وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂൽ സുന്നയാണ് നാം വായിച്ചു വരുന്നത്. അതിൽ ആദ്യ ഭാഗങ്ങളിൽ ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. ശേഷം ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞു, ഹദീസിനെ സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ومثل ما كان مثله في القدر ومثل أحاديث الرؤية كلها وإن أتى عن الأسماع واستوحش منها المستمع وإنما عليه الإيمان بها وألا يرد منها حرفا واحدا وغيرها من الأحاديث المأثورات عن الثقات. ശേഷം അദ്ദേഹം പറഞ്ഞ മസ്അല നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നാം വിശ്വസിക്കണം. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതിരിക്കുക എന്നതൊരിക്കലും ഹദീസ് സ്വീകരിക്കാനും ഹദീസ് സ്വീകരിക്കാതിരിക്കാനുമുള്ള മാനദണ്ഡമല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതിരിക്കട്ടെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ ഖദറിലും അങ്ങനെയാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ കാണും എന്ന വിഷയത്തിലുള്ള നമ്മുടെ വിശ്വാസവും. അള്ളാഹുവിനെ നമ്മൾ കാണും, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതങ്ങനെ വിശ്വസിക്കുക. വഇന്ന അതഅനിൽ അസ്മാ, അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിദൂരമായൊരു കാര്യമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയാലും വസ്തൗഹശ മിൻഹൽ മുസ്തമിഅ, അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പോലും, അങ്ങനെ തോന്നാൻ മാത്രമൊന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ പോലും അവിടെ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹദീസിനെ തള്ളുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അനുവദിക്കപ്പെടാത്ത കാര്യമാണ്. ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ രണ്ട് രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകും. ചില ആളുകൾ ചിന്തിക്കും, നമ്മളിങ്ങനെ പൊതുവെ ഹദീസുകൾ കേൾക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മളൊന്നും വ്യാഖ്യാനിക്കാറില്ല. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ചിന്ത വരുന്നതെങ്കിൽ ഇനിയും റബ്ബിനോട് സബാത്തിനെ ചോദിക്കുക. അത് വലിയൊരു നിഅമത്താണ്. കാരണം നമ്മുടെ ചുറ്റിലുമുള്ള ധാരാളം ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ പലരും ഈ ഹദീസുകളെ നിഷേധിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് സഹീഹായി വന്ന ഹദീസിനെ നിഷേധിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അവരെന്താ പറയുന്നത്? ബുദ്ധിക്ക് യോജിക്കുന്നില്ല, നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നു. ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ബുദ്ധിക്ക് യോജിക്കാതിരിക്കുക എന്നൊരു വിഷയമില്ല. സമിഅന വ അതഅന, കേൾക്കുക, അനുസരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വന്നത്? ആളുകളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ സംഭവം പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നീ എന്താ പറയുന്നത്? ഇത്ര ദൂരം ഒരു രാത്രിയിൽ പോയി എന്നാണോ പറയുന്നത്? ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. അത് മുതലെടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ നിന്റെ സാഹിബ് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പറഞ്ഞത്? പറഞ്ഞു, ഇന്നലെ ഒരു രാത്രിയിൽ ഇസ്രാ അല്ലെങ്കിൽ മിഅ്റാജ് യാത്ര, മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും അവിടുന്ന് ആകാശത്തേക്കും തിരിച്ച് മക്കയിലേക്ക് എത്തി, ഒരു രാത്രി കൊണ്ട് എത്തിയെന്ന് പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞു, അതെ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് അബൂബക്കർ ഇപ്പോൾ തള്ളി പറയുമെന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫമിൻ യൗമഇദിൻ ലുഖിബ ബിസ്സിദ്ദീഖ്, അന്നേ ദിവസം മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം പ്രവാചകൻ പറഞ്ഞാലും അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. ഇപ്പം ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുള്ള ഉദാഹരണം പറഞ്ഞ മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെ പരലോകത്ത് കാണും എന്ന വിശ്വാസം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് കാണും. എന്താണ് അതിന്റെ തെളിവ്? അള്ളാഹു പറയുന്നു, വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അവസാന നാളിൽ ചില ആളുകളുടെ മുഖം അത് പ്രകാശപൂരിതമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശമുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാളിറ, ഇലാ നളറ എന്ന് വന്നാൽ അറബി ഭാഷയിൽ നളറ എന്ന പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. പക്ഷെ നളറക്ക് ശേഷം ഇല എന്ന് വന്നാൽ, അല്ലെങ്കിൽ നളറ എന്ന് പറയുന്ന ഫിഅലിന്റെ കൂടെ ഇല എന്ന പദം വന്നാൽ കണ്ണുകൊണ്ട് കാണുന്നതിന് മാത്രമേ പറയുകയുള്ളൂ. ഇലാ റബ്ബിഹ നാളിറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് അള്ളാഹുവിനേക്ക് നോക്കുന്നവരായിരിക്കും. ഈ ആയത്ത് എന്തിനുള്ള തെളിവാണ്? പരലോകത്ത് വെച്ച് വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും എന്നതിന്റെ തെളിവാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ പലരും ഇത് നിഷേധിക്കുന്നവരാണ്.
ഇത് നിഷേധിക്കുന്നവരാണ്. ഒന്നുകിൽ നേർക്കുനേർ നിഷേധിക്കുന്നു, അതല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളിലൂടെ നിഷേധിക്കുന്നു. അഹ്ലുസുന്നയുടെ തെളിവ് എന്താണ്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അള്ളാഹുവിലേക്ക് നോക്കുന്നതായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ മറ്റൊരായത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നല്ലത് ചെയ്ത ആളുകൾ അവർക്ക് അൽ ഹുസ്നയുണ്ട്. എന്താണ് അൽ ഹുസ്ന? സ്വർഗമാണ്. അവർക്ക് സ്വർഗമുണ്ട്. വസിയാദത്തുൻ, അതിലധികമായും അള്ളാഹു അവർക്ക് നൽകും. എന്താണ് ഈ സിയാദത്ത്? അവർക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതിനുപരി അള്ളാഹു നൽകുന്ന സിയാദത്ത് എന്താണ്? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി സഹീഹ് മുസ്ലിമിൽ കാണാം, അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ്, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. അത് വലിയ ഫضലാണ് സഹോദരങ്ങൾ. റബ്ബിനെ കാണുക. നാം ഏതൊരു റബ്ബിനു വേണ്ടിയാണോ ഇബാദത്ത് ചെയ്യുന്നത്, ഏതൊരു അള്ളാഹുവിനു വേണ്ടിയാണോ ഈ മജാലിസുകളിൽ നാം വന്നിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ സുഖങ്ങളും മറ്റും നാം ഒഴിവാക്കുന്നത്, ഹറാമായ കാര്യങ്ങൾ ശരീരത്തിന് ഇഷ്ടമുണ്ടായിട്ടും ഇതൊക്കെ നാം ഒഴിവാക്കുന്നത് ഏതൊരു റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ, ആ റബ്ബിനെ കണ്ടുമുട്ടുന്ന രംഗം, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുത് ഇനി എന്താ ഉള്ളത്? അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? അവർ പറയും, റബ്ബേ ഇനി എന്ത് തരാനാണ്, എല്ലാം നീ നൽകി. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല മറ നീക്കി അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. ആ ഒരു രംഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ അനുഭൂതിയാണ്. ഏറ്റവും വലിയ അനുഭൂതിയാണ് റബ്ബിനെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു പല സ്ഥലങ്ങളിലും ഖുർആനിലൊക്കെ പറയുമ്പോൾ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന രംഗം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമെന്നത് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനെ കാണും എന്ന വിഷയത്തിൽ അഹ്ലുസുന്ന കാണും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ കാണും എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഇബ്നു ബത്തയും ഇബ്നു ജരീർ അത്തബരിയും ഒക്കെ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറ വലാ യതഅല്ലമൽ ജിദാൽ فإن الكلام في القدر والرؤية والقرآن وغيرها من السنن مكروه ومنهي عنه لا يكون صاحبه وإن أصاب بكلامه السنة من أهل السنة حتى يدع الجدال ويسلم ويؤمن بالآثار. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്ര ചെറിയ റിസാലയിൽ ഇമാം അഹ്മദ് ആവർത്തിച്ചു പറഞ്ഞൊരു മസലയാണിത്. വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറ, ഇതിന്റെ പേരിൽ ഒരാളോട് തർക്കിക്കാതിരിക്കുക, ഒരാളോട് സംവാദം നടത്താതിരിക്കുക. വലാ യതഅല്ലമുൽ ജിദാൽ, അതിന്റെ പേരിൽ അല്ലെങ്കിൽ തർക്കം പഠിക്കുകയോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയോ ചെയ്യാതിരിക്കുക. ശേഷം അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിലുള്ള സംസാരങ്ങളൊക്കെ അത് വെറുക്കപ്പെട്ട സംസാരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തർക്കം, ദീനിന്റെ വിഷയത്തിൽ തർക്കം അത് വെറുക്കപ്പെട്ടതാണ്. ലാ യകൂനു സാഹിബുഹു വഇൻ അസാബ ബികലാമിഹി സുന്ന മിൻ അഹ്ലി സുന്ന ഹത്താ യദഅൽ ജിദാൽ വയുസല്ലിമ വയുഅ്മിന ബിൽ ആഥാർ. അതിന്റെ പേരിൽ തർക്കിക്കുമ്പോൾ ചിലപ്പോൾ നാം പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും, എന്നാൽ പോലും ഒരു വ്യക്തി അഹ്ലുസുന്നയിൽ പെടുകയില്ല, ആ വിഷയം പരിപൂർണമായി അംഗീകരിച്ച് അതിന് കീഴൊതുങ്ങുന്നത് വരെ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം, ഖദറിനെ കുറിച്ച് ഒരു കാര്യം കേട്ടാൽ അവിടെ നമ്മുടെ വാജിബ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമിഅന വഅതഅന, നാം റബ്ബിന്റെ അടിമകളാണ്. നമ്മെ അള്ളാഹു പടച്ചത് ആ ഒരു ലക്ഷ്യം പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുത്, ജോലി ചെയ്യാനല്ല, അല്ലെങ്കിൽ ഇവിടെ പണിയെടുത്ത് കുറച്ച് സമ്പാദ്യമുണ്ടാക്കി നല്ലൊരു വീടും വെച്ച് സുഖമായി ജീവിക്കാനല്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിനാണ്. ജോലിയുടെ തിരക്ക് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അവരെ പടച്ചിരിക്കുന്ന ആ ലക്ഷ്യം മറക്കുന്നവരാണ്. അതുകൊണ്ട് റബ്ബ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ വിധികൾക്ക് പരിപൂർണമായി കീഴൊതുങ്ങുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സിഫത്താണ്. ഇവിടെ അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അഖദിയായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. ഒന്ന്, മുഅ്മിനീങ്ങൾ, വിശ്വാസികളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണും. എല്ലാവരും, വിശ്വാസികളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണും. അത് പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും വിശ്വാസികളാണെങ്കിൽ, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, കാഫിരീങ്ങളല്ല എങ്കിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണും. പിന്നെ എന്താണ് വ്യത്യാസം? എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിനെ കാണുമെങ്കിൽ എന്താണ് ഇതിൽ ഓരോരുത്തർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? കാണുന്നതിൽ വ്യത്യാസമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ തോതനുസരിച്ച് റബ്ബിനെ കാണുന്നതിൽ ഏറ്റക്കുറച്ചിൽ വരും. ഇപ്പോൾ ഒരു വ്യക്തി വളരെയധികം ഈമാനുള്ള, തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം കാണുന്ന അത്ര ഈമാനുള്ള വ്യക്തികൾ, അല്ല അത്ര ഈമാനില്ലാത്ത വ്യക്തികൾ കാണുകയില്ല. ഉദാഹരണത്തിന്
ഒരു ഉദാഹരണം മനസ്സിലാകാം. നല്ല ഈമാനുള്ള വ്യക്തി 10 തവണ കാണുന്നുവെങ്കിൽ അത്ര ഈമാനില്ലാത്ത വ്യക്തി ചിലപ്പോൾ 2 തവണയാ കാണുക. മനസ്സിലായോ? ഈ ഏറ്റക്കുറച്ചൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിൽ വരുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളും മറ്റും വിശദീകരിക്കുന്നതിനിടയിൽ ബയാനു തൽബീസ് അൽ ജഹ്മിയ്യ എന്ന കിതാബിൽ വിശദീകരിക്കുന്നതായി കാണാം. അപ്പോൾ അള്ളാഹുവിനെ കാണുന്നതിൽ വ്യത്യാസം മുഅ്മിനീങ്ങൾക്കിടയിൽ ഉണ്ടാകും. അതിന്റെ എണ്ണത്തിലും അതിന്റെ രൂപത്തിലും വ്യത്യാസമുണ്ടാകുമെന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. ശേഷം ഇവിടെ ഖുർആനിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഇമാം അഹ്മദ് വിശദീകരിക്കുകയാണ്. വൽ ഖുർആനു കലാമുല്ലാഹി വലൈസ ബിമഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. വലാ യദ്ഉഫു അൻ യഖൂൽ ലൈസ ബിമഖ്ലൂഖ്. ഒരു വ്യക്തി ഒരിക്കലും ബലഹീനനാകാൻ പാടില്ല. എന്താണ് ഇവിടെ ഇമാം അഹ്മദ് ബലഹീനൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ് എന്ന് പറയുന്നതിന് പകരം ഒരാൾ പറയാണ് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. സംസാരമാണെന്ന് തുറന്നു പറയാതെ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്, പക്ഷെ ഒരാൾ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ് എന്ന് തുറന്നു പറയാതെ കേവലം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അങ്ങനെ ബലഹീനരാകാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു. എന്തുകൊണ്ടാണ് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല മറിച്ച് അല്ലാഹുവിന്റെ കലാമാണെന്ന് പറയുന്നത്? ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻ. അല്ലാഹുവിന്റെ സംസാരം എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഒരു ഭാഗമാണത്. അല്ലാഹുവിന്റെ സിഫത്താണ് അല്ലാഹുവിന്റെ സംസാരം. സിഫത്ത് എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു ഭാഗമാണ്, മറ്റൊരു വസ്തുവല്ല. മനസ്സിലായോ? ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻ വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖ്. അല്ലാഹുവിലുള്ള ഒരു കാര്യവും മഖ്ലൂഖാണെന്ന് പറയുക സാധ്യമല്ല. ഇപ്പൊ അല്ലാഹുവിന് ഖുദ്റത്തുണ്ട്, അത് റബ്ബിന്റെ സിഫത്താണ്, അത് സൃഷ്ടിയാണ് എന്ന് പറയുന്നത് സാധ്യമല്ല. ശേഷം പറഞ്ഞു വഇയ്യാക വമുനാദറത മൻ അഹ്ദഥ ഫീ. ഈ വിഷയത്തിൽ പുതിയ വാദങ്ങളുമായി വരുന്ന ആളുകളോട് തർക്കിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി. ആരെങ്കിലും ലഫ്ളി അല്ലെങ്കിൽ ലഫ്ളിന്റെ വാദം പറഞ്ഞാൽ, ലഫ്ളിന്റെ വാദം എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കാം. ഖുർആനിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം എന്താണ്? ഇത് അല്ലാഹുവിന്റെ സംസാരമാണ്, അല്ലെ? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇമാം അഹ്മദ് ആദ്യം പറഞ്ഞു ഒരാൾ എന്ത് പറയരുത്? കേവലം ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്, മറിച്ച് ഉറപ്പിച്ചു പറയണം ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ലഫ്ള് വാദം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ചില ആളുകൾ എന്ത് പറഞ്ഞു? ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. അതിന് ഈ ഒരു വാക്ക് ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്നീ വാക്കിന് 2 അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നുകിൽ അതിനെന്തർത്ഥം വെക്കാം? ലഫ്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉച്ചരിക്കുന്നത് അഥവാ നിങ്ങൾ ഈ കേൾക്കുന്നത്, എൻ്റെ ഈ ഉച്ചാരണം, ഖുർആൻ കൊണ്ടുള്ള എൻ്റെ ഉച്ചാരണം അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നർത്ഥം അതിന് സാധ്യതയുണ്ട്. ഖുർആൻ കൊണ്ടുള്ള എൻ്റെ ഉച്ചാരണം അഥവാ നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ഒരർത്ഥം അതിൽ വരും. അഥവാ ഈ കേൾക്കപ്പെടുന്ന ഈ ഖുർആൻ അത് ബാത്തിലായ അർത്ഥമാണ്, അഥവാ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന അർത്ഥം പോലെ തന്നെയാണ്. എന്നാൽ ഒരാൾ പറയാണ് എൻ്റെ പ്രവർത്തനത്തെ അല്ലാഹു പടച്ചതാണ്. ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്നതിന് 2ാമത്തെ അർത്ഥം എന്താണ്? എൻ്റെ ഈ പ്രവർത്തനം, എൻ്റെ ഈ ഫിഅല്, എൻ്റെ ഈ തലഫുൽ, എൻ്റെ ഈ ഉച്ചാരണം, ഞാൻ എൻ്റെ ചുണ്ട് ചലിപ്പിക്കുന്നു, നാവ് കൊണ്ട് സംസാരിക്കുന്നു, എൻ്റെ ഈ ഉച്ചാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശരിയാണ്. കാരണം അടിമകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അടിമകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ആ കാലഘട്ടത്തിൽ ചില ആളുകൾ എന്ത് പറഞ്ഞു? ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. അവർ ഈ വാക്ക് പറഞ്ഞു. അപ്പൊ ഈ വാക്ക് 2 അർത്ഥത്തിലും സാധ്യതയുണ്ട്. ബാത്തിലായ അർത്ഥത്തിലും ഉപയോഗിക്കാം, ഹഖായ അർത്ഥത്തിലും ഉപയോഗിക്കാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരി. ആരെങ്കിലും അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് ഔ വമൻ വഖഫ ഫീഹി, അല്ലെങ്കിൽ ഒരാൾ പറയാണ് ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബിമഖ്ലൂഖ് വഇന്നമാ ഹുവ കലാമുല്ലാഹ്. ഞാൻ അത് സൃഷ്ടിയാണെന്നും സൃഷ്ടിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ഫഹാദ സാഹിബു ബിദ്അത്തിൻ, അവൻ ബിദ്അത്തുകാരനാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുമ്പോൾ ക്ലിയർ ആവാത്ത ആളുകളുണ്ട്, ഒന്നും കൂടി മനസ്സിലാകും. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു. അപ്പൊ ഖുർആനിനെ ആരിലേക്കാണ് ചേർത്തത്? അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന കാര്യങ്ങൾ 2 രൂപത്തിലാണ്. ശരിക്ക് മനസ്സിലാക്കുക, അല്ലാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന കാര്യങ്ങൾ 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് ഇളാഫത്തു മുൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഒരു വസ്തു അത് സ്വമേധയാ നിലകൊള്ളുന്ന വസ്തുവാണ്.
പക്ഷെ അത് അള്ളാഹുവിലേക്ക് ചേർത്തപ്പെട്ട് ഖുർആനിലും ഹദീസുകളിലും നമ്മൾ കാണുന്നു. ഒരു വസ്തു സ്വമേധയാ എന്ന് പറഞ്ഞാൽ അത് ഒരു നിലനിൽപ്പുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഒരു വീട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ, നമ്മളൊക്കെ സ്വന്തമായി നിലനിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ ആശ്രയിക്കുന്നില്ല എന്നല്ല, അതല്ലാതെ സ്വന്തമായ ഒരു അസ്തിത്വം കൊണ്ട് നിലനിൽക്കുന്നു, അല്ലേ? ഇപ്പം ഇവിടെ ഇത് അള്ളാഹുവിലേക്ക് ചേർത്തുകയാണെങ്കിൽ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ അത് ബഹുമതിയെ അറിയിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ബൈത്തുല്ലാ എന്ന് കഅബയെ കുറിച്ച് പറയും. അത് സ്വന്തമായി നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. അള്ളാഹുവിന്റെ ഒരു ഭാഗമാണോ ബൈത്ത്? അല്ല, സ്വന്തമായി നിലനിൽക്കുന്നതാണ്. അപ്പൊ അവിടെ അള്ളാഹുവിലേക്ക് എന്തുകൊണ്ടാണ് ചേർത്ത് പറയുന്നത്? ഉലമാക്കൾ പറയും ഇളാഫത്തു മുൽക്കിൻ വ തശ്രീഫ്. അത് ഒരു ബഹുമതിയാണ്, അത് ഒരു ബഹുമതിയായിട്ടാണ് അതിലേക്ക് ചേർത്ത് പറയുന്നത്. അപ്പൊ അതിൽ പെട്ടതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. മറിയം അലൈഹിസ്സലാം അവരിലേക്ക് നമ്മുടെ റൂഹിനെ അയച്ചു. അള്ളാഹുവിന്റെ റൂഹിനെ അയച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഭാഗം അയച്ചു എന്നാണോ? അല്ല, മറിച്ച് അവിടെ എന്താ ഉദ്ദേശം? ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. ഈ ജിബ്രീലിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. അതെന്താ ഉദ്ദേശം? ഇളാഫത്തു മുൽക്കിൻ വ തശ്രീഫ്. ജിബ്രീൽ അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ തന്നെ ജിബ്രീലിനുള്ള ഒരു ബഹുമതിയാണത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നാഖത്തുല്ലാ ഫഖാല ലഹും നാഖത്തല്ലാഹി വസുഖിയാഹ, നാഖത്തല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് ആ ഒട്ടകത്തിനുള്ള തശ്രീഫാണ്. അള്ളാഹു അതിനെ ഉടമപ്പെടുത്തുന്നു, ആ ഒട്ടകത്തിനുള്ള തശ്രീഫാണ്. അതുപോലെ ബൈത്തുല്ലാ, ഇതാണ് ഒന്നാമത്തെ ഇളാഫ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് ഇളാഫത്തുൽ മുൽക്ക്. രണ്ടാമത്തേത് ഇളാഫത്തു വസ്ഫ് എന്ന് പറയും, ഒരു വിശേഷണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അള്ളാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന വസ്തു നിങ്ങൾ നോക്കുക, അത് സ്വമേധയാ നിലകൊള്ളുന്ന ഒരു വസ്തുവാണോ അതല്ലേ എന്നുള്ളത്. ഉദാഹരണത്തിന് നാഖത്തുല്ലാ അല്ലെങ്കിൽ ബൈത്തുല്ലാ, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുമ്പോൾ അത് സ്വന്തമായി നിലകൊള്ളുന്ന ഒരു വസ്തുവാണ് ഈ ഭവനം എന്ന് പറയുന്നത്. എന്നാൽ ഖുദ്റത്തുല്ലാ, അള്ളാഹുവിന്റെ കഴിവ് എന്ന് പറയുന്നത് സ്വന്തമായി നിലകൊള്ളുമോ? ഇല്ല, അതൊരു വസ്തുവിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ സിഫത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കലാമ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതിന് എന്ത് പറയും? ഇളാഫത്തു വസ്ഫ് എന്ന് പറയും. അതിൽ പെട്ടതാണ് റിളല്ലാ, സമഉല്ലാ, ഖുദ്റത്തുല്ലാ, കലാമുല്ലാ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അൽ ഖുർആനു കലാമുല്ലാ എന്ന് പറയുന്നത് ഇളാഫത്തു സിഫയാണ്, ഇളാഫത്തു സിഫയാണ്, അഥവാ അത് അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് ആ ഇളാഫ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തേത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി ഈ അഖീദയിൽ നമ്മോട് പറയുന്നത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് ഉറപ്പിച്ചു പറയണം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഉറപ്പിച്ചു പറയണം. ഇത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഷറഇൽ ഒരു കാര്യം ഖണ്ഡിതമായി വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അബൂ ലഹബ് നരകാവകാശിയാണ്, അതുപോലെ തന്നെ അബൂ ജഹൽ നരകാവകാശിയാണ്. അത് വ്യക്തമായി നുസൂസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കില്ല, ആരെയും സ്വർഗത്തിലും നരകത്തിലാക്കുന്ന പണിയൊന്നും എനിക്കില്ല, ഞാൻ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ സാഹിബ് ബിദ്അത്താണ്, അല്ലെങ്കിൽ അവൻ കാഫിറാകുന്ന ഘട്ടം വരെ എത്തും. കാരണം ഖുർആൻ നിഷേധിക്കുന്നവനാണ് അവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് എനിക്ക് ആ വ്യക്തിയിലേക്ക് ചേർത്തപ്പെടുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. ഒരു വ്യക്തിയോട് ചോദിക്കപ്പെട്ടതായിട്ട് കേട്ടു. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഒരാൾ ഷിർക്ക് ചെയ്യുന്നില്ല, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടോ? ഈ വ്യക്തി നൽകിയ മറുപടി ചെറിയൊരു സാധ്യതയുണ്ട്, 0.000 എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ചെറിയൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനൊരു സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. അവിടെ ശറഅ് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല, അവൻ കാഫിറാണ്. അതിൽ യാതൊരു തർക്കവുമില്ല, ഒരു സംശയത്തിനും അവിടെ വകയില്ല. അതുകൊണ്ട് തന്നെ ശറഅ് ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം അത് നാം ഉറപ്പിച്ചു തന്നെ പറയണം. ഏതൊരു വിഷയമാണെങ്കിലും ശറഅ് ഉറപ്പിച്ചൊരു കാര്യം നമുക്ക് അധ്യാപനം നൽകിയാൽ അതങ്ങനെ പറയുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. പിന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയാൻ എന്താണ് നമുക്ക് തെളിവ്? ഞാൻ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ്, അപ്പോൾ അത് സൃഷ്ടിയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്താണ്, അത് അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്ന് പറയാനുള്ള തെളിവ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ഒരു ഭാഗമാണത്.
അള്ളാഹുവിന്റെ സിഫത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു അലാ ലഹുൽ ഖൽഖു വൽ അംർ. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു അലാ ലഹുൽ ഖൽഖു വൽ അംർ. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചതായി ഇബ്നു അബി ഹാതിമിന്റെ തഫ്സീറിൽ കാണാം. അലാ ലഹുൽ ഖൽഖ്, അള്ളാഹുവിനാകുന്നു സൃഷ്ടിപ്പും അതുപോലെ തന്നെ കൽപ്പനയും. ഇപ്പൊ സുഫിയാൻ ഇബ്നു ഉയൈന പറയാണ് അൽ ഖൽഖു ഖൽഖുല്ലാഹ്, അള്ളാഹുവിനാണ് സൃഷ്ടിപ്പ്. അപ്പൊ ആദ്യം സൃഷ്ടിപ്പിനെ പറഞ്ഞു. വൽ അംറു, ശേഷം അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അപ്പോൾ അവിടെ വേർതിരിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ വാക്ക് സൃഷ്ടിയായിരുന്നുവെങ്കിൽ അൽ ഖൽഖു വൽ അംർ എന്ന അമർ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലായിരുന്നു. മറിച്ച് ആ ഖൽഖിൽ അമർ പെടും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാമ് പെടും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ തന്നെ പറഞ്ഞത് എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഇമാം അഹ്മദ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിലേക്ക് എന്തുകൊണ്ട് ചേർത്തി പറഞ്ഞു, രണ്ടാമത്തേത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിനുള്ള തെളിവ്. മൂന്നാമത്തെ കാര്യം ഇവിടെ ഇമാം അഹ്മദ് പറഞ്ഞത് 3 വിഭാഗം ജനങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തേത് ചില ആളുകൾ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ വാദം തുടങ്ങിയത് ആരാണ്? ജഅദ് ബിൻ ദിർഹം, പിന്നെ ജഹ്മ ബിൻ സഫ്വാൻ, പിന്നെ മുഅ്തസിലിയാക്കൾ മദ്ഹബായി സ്വീകരിച്ചു. രണ്ടാമത്തേത് ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ ഒന്നും പറയില്ല, ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ നമ്മൾ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാൽ മഖ്ലൂഖല്ല അല്ലെങ്കിൽ മഖ്ലൂഖാണ് എന്നൊന്നും നമ്മൾ പറയില്ല, മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ, അവർക്കാണ് വാഖിഫകൾ എന്ന് പറയുന്നത്. വാഖിഫകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ആളുകൾ എന്ത് പറഞ്ഞു, ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറഞ്ഞു. ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്റെ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് അഥവാ എന്റെ ഈ ലഫ്ള്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്റെ ഈ ലഫ്ള് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ലഫ്ള് എന്ന് പറയുന്നത് കേൾക്കപ്പെടുന്നതിന്, ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന സംസാരം, അതിന് ലഫ്ള് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന അർത്ഥത്തിലേക്കാണ് അത് നയിക്കുക, അത് കുഫ്റാണ്. അതല്ലെങ്കിൽ എന്റെ ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന അർത്ഥമാണ് വരിക, അത് സഹീഹായ അർത്ഥമാണ്. പക്ഷേ അഖീദയുടെ വിഷയത്തിൽ വ്യക്തമായ നിലപാട് പറയാത്ത കാരണത്താൽ അവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ബിദ്അത്തുകാരാക്കി. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവരെ തബ്ദീഅ് ചെയ്തു. അങ്ങനെ ഇമാം അഹ്മദ് തബ്ദീഅ് ചെയ്ത വ്യക്തിയാണ് ഹുസൈൻ അൽ കറാബീസി. ഷാഫിഈ മദ്ഹബിലെ ഹുസൈൻ അൽ കറാബീസി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ വാദം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. ഞാനിങ്ങനെ വ്യക്തമായി ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയുന്നതിന് പകരം അവ്യക്തമായ ഒരു വാക്ക് ആളുകളെ തൃപ്തിപ്പെടുത്താനോ മറ്റോ എന്തിനാവട്ടെ അവ്യക്തമായ വാക്ക് അഖീദയിൽ പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്തു. ഇസ്മാഈൽ അസ്ബഹാനി റഹിമഹുല്ല പറഞ്ഞു തവാറദൻ നാസു അലാ തബ്ദീഇ. ഇമാം അഹ്മദ് അദ്ദേഹത്തെ മുബ്തദിആക്കി പറഞ്ഞതിന് ശേഷം അഹ്ലുസുന്ന ഒന്നടങ്കം ആ വ്യക്തിയെ ബിദ്അത്തുകാരനായാണ് പരിഗണിച്ചത് എന്ന് ഇസ്മാഈൽ അൽ അസ്ബഹാനി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. ഇവിടെ അഖീദയുടെ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുക്കാത്തത് കാരണത്താൽ ഹുസൈൻ അൽ കറാബീസിയെ ഇമാം അഹ്മദ് റഹിമഹുല്ല തബ്ദീഅ് ചെയ്തു. ഇവിടെ നമുക്കുള്ള ഒരു പാഠം, പ്രിയപ്പെട്ടവരെ, ഹുസൈൻ അൽ കറാബീസി ധാരാളം ഇൽമുള്ള വ്യക്തിയായിരുന്നു, വലിയ ഇൽമുള്ള വ്യക്തിയാണ്. ഷാഫിഈ മദ്ഹബിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഹുസൈൻ അൽ കറാബീസി. പക്ഷേ അദ്ദേഹം അഖീദയിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാത്തതിനാൽ ഇമാം അഹ്മദ് തബ്ദീഅ് ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ വന്ന ഉലമാക്കൾ അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്തു. എന്നാൽ അതുപോലെ ഷാഫിഈ മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനാണ് അബൂ സൗർ റഹിമഹുല്ലാ. അദ്ദേഹം ഹുസൈൻ അൽ കറാബീസിയുടെ അത്ര ഇൽമിയായി ഉയർന്ന വ്യക്തിയായിരുന്നില്ല. പക്ഷേ സുന്നത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു, അഖീദ തുറന്നു പറഞ്ഞു. അത് കാരണത്താൽ ഇമാം അഹ്മദ് അദ്ദേഹത്തെ പുകഴ്ത്തി. ഇന്നും അദ്ദേഹത്തെ അഖീദയുടെ ഉലമാക്കൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? എത്രത്തോളം നാം സുന്നത്ത് മുറുകെ പിടിക്കുന്നു, മൻഹജ് മുറുകെ പിടിക്കുന്നു, സലഫി അഖീദ മുറുകെ പിടിക്കുന്നു എന്നതിലാണ് കാര്യം. കുറെ ഇൽമുണ്ടാവുക, കുറെ ദർസുകൾക്ക് ഇരിക്കുക എന്നതിനേക്കാളും നാം സലഫി അഖീദ മുറുകെ പിടിക്കാൻ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ചിലർക്ക് ധാരാളം ഇൽമുണ്ടാകും, പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് എടുത്തു കളയും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ നാം സുരക്ഷിതമായി നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ദീനിനെ ഒരു സ്ഥലത്തും പോയി പണയം വെക്കുന്ന നിലയിൽ നാം ആവാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്. അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരമുണ്ട്, അതിന് ശബ്ദമുണ്ട്. അശ്അരി മദ്ഹബ് ഇതിനെതിരാണ്. അശ്അരി മദ്ഹബ് ഇതിനെതിരാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് റബ്ബിന്റെ സംസാരത്തിന്, അള്ളാഹു ഒരു കാര്യം സംസാരിച്ചാൽ അതിന് ശബ്ദമുണ്ടാകും, അതുപോലെ തന്നെ അതിന് അക്ഷരങ്ങൾ ഉണ്ടാകും. സിർസി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അർറദ്ദു അലാ മൻ അൻകറ അൽ ഹർഫ വസ്സൗത്ത്. ഹർഫും സൗത്തും എതിർത്ത ആളുകൾക്കുള്ള മറുപടി എന്ന വിഷയത്തിൽ
ഇമാം അസ്സിർസി റഹിമഹുള്ള ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത്തിസ്ഈനിയയിൽ ഇത് വിശദീകരിച്ചതായും നമുക്ക് കാണാം. അതിന്റെ കൂടെ ഉണർത്താനുള്ള ഒരു കാര്യം, സമീപകാലം ജീവിച്ചവരിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം പറഞ്ഞ ആരാണ്? സയ്യിദ് ഖുതുബ് ദുലാലുൽ ഖുർആനിൽ ഖുർആൻ അള്ളാഹു പടച്ചതാണ് എന്ന നിലയിൽ സംസാരിക്കുന്നതായി കാണാവുന്നതാണ്. അത് ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ കുഫ്റിന്റെ വാദമാണ്. പക്ഷേ ഇമാം അഹ്മദിന്റെ സീറയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, തഫ്രീഖു ബൈന അൻ-നൗഇ വൽ ഐൻ, ഒരു കാര്യം കുഫ്റാണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത എല്ലാ വ്യക്തികളും എന്താവണമെന്നില്ല, കാഫിർ ആകണമെന്നില്ല. അഹ്ലുസുന്ന പൊതുവെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ സയ്യിദ് ഖുതുബിനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ തബ്ദീഅ് ചെയ്തു, മുബ്തദിഅാണെന്ന് പറഞ്ഞു. പക്ഷേ കാഫിറാക്കിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ കാഫിറാക്കിയിരുന്നില്ല. തയ്യിബ്. ശേഷം ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞു, വൽ ഈമാനു ബിർറുഅയതി യൗമൽ ഖിയാമത്തി കമാ റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അഹാദീഥി الصحاح وأن النبي قد رأى ربه فإنه مأثور عن رسول الله صلى الله عليه وسلم صحيح رواه قتادة عن عكرمة عن ابن عباس ورواه الحكم بن أبان عن عكرمة عن ابن عباس ورواه علي بن زيد عن يوسف بن مهران عن ابن عباس والحديث عندنا على ظاهره كما جاء عن النبي صلى الله عليه وسلم والكلام فيه بدعة ولكن نؤمن به كما جاء على ظاهره ولا نناظر فيه أحدا. ഇവിടെ നേരത്തെ പറഞ്ഞ ചർച്ചകൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് മുഅ്മിനീങ്ങൾ കാണും. ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് പറഞ്ഞ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ തെറ്റുപറ്റിയവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റആഹു, പ്രവാചകൻ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ താങ്കൾ അല്ലാഹുവിനെ കണ്ടിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹു, അതൊരു പ്രകാശമാണ്, ഞാൻ എങ്ങനെയാണ് കാണുക? ഇവിടെ ചില ഉലമാക്കൾ എന്ത് പറഞ്ഞു? ഇത് സഹാബത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ജഹ്മിയാക്കൾക്കുള്ള റദ്ദിൽ ഇമാം അദ്ദാരിമി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇത് അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് മനസ്സുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ല എന്ന് പറഞ്ഞത് കണ്ണുകൊണ്ട് കണ്ടില്ല എന്നാണ്. അതല്ലാതെ മനസ്സുകൊണ്ട് കണ്ടതിനെ ആയിഷ റളിയല്ലാഹു അൻഹ നിഷേധിച്ചിരുന്നില്ല. ഇപ്പൊ രണ്ട് സഹാബികൾ, ആയിഷ റളിയല്ലാഹു അൻഹ നിഷേധിച്ചത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയും ഇബ്നു അബ്ബാസ് സ്ഥിരപ്പെടുത്തിയത് മനസ്സുകൊണ്ടുള്ള കാഴ്ചയുമാണ് എന്ന് ഇമാം അദ്ദാരിമി റഹിമഹുല്ല ജഹ്മിയാക്കൾക്കുള്ള മറുപടിയിലും ഇബ്നുൽ ഖയ്യിം ഇജ്തിമാഉൽ ജുയൂഷ് അൽ ഇസ്ലാമിയയിലും വിശദീകരിക്കുന്നതായി കാണാം. طيب. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമത്തി കമാ ജാഅ യൂസനുൽ അബ്ദു യൗമൽ ഖിയാമത്തി ഫലാ യസ്നു ജനാഹ ബഊദ وتوزن أعمال العباد كما جاء في الأثر والإيمان به والتصديق به والإعراض عمن رد ذلك وترك مجادلته وأن الله تعالى يكلمه العباد يوم القيامة وأن الله تعالى يكلم العباد يوم القيامة ليس بينهم وبينه ترجمان والإيمان به والتصديق به. അടുത്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ല ഇവിടെ അഹ്ലുസുന്നയുടെ അഖീദയായി പറയുന്നത് മീസാനിലുള്ള വിശ്വാസമാണ്. അഥവാ അമലുകൾ തൂക്കുന്ന അല്ലെങ്കിൽ കർമ്മങ്ങളും മറ്റും തൂക്കുന്ന തുലാസ് പരലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക. അത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ, മീസാനുണ്ട് എന്ന വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുതവാത്തിറാണ് എന്ന് സഫാരീനി റഹിമഹുല്ല പറയുന്നതായി കാണാം. ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. ഹദീസുകളെ കുറിച്ച് ഉലമാക്കൾ സംസാരിക്കുമ്പോൾ എന്ത് പറയും? ഈ വിഷയത്തിൽ വന്ന അല്ലെങ്കിൽ മസ്അലകളെ കുറിച്ച് പറയുമ്പോൾ പറയും ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുതവാത്തിറാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? പ്രവാചകന്റെ ഹദീസുകൾ പൊതുവെ ഇന്ന് പണ്ഡിതന്മാർ സംസാരിക്കുന്നതനുസരിച്ച് രണ്ട് രൂപത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ആഹാദ്, മറ്റൊന്ന് മുതവാത്തിർ. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ചില ഹദീസുകൾ ഒരു സഹാബി ഉദ്ധരിച്ചതായിരിക്കും, അത് ആഹാദാണ്. ചില ഹദീസുകൾ രണ്ട് സഹാബി ഉദ്ധരിച്ചതായിരിക്കും, അത് ആഹാദാണ്. ചില ഹദീസുകൾ 3-4 സഹാബികൾ ഉദ്ധരിച്ചതായിരിക്കും, അതും ആഹാദാണ്. എന്നാൽ ചില ഹദീസുകൾ ധാരാളക്കണക്കിന് സഹാബികൾ ഉദ്ധരിച്ചതായിരിക്കും, ധാരാളം ആളുകൾ ഉദ്ധരിച്ച ഹദീസായിരിക്കും. ഉദാഹരണത്തിന് മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനൻ നാർ, ആരെങ്കിലും പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ഹദീസ് 70ഓളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മുതവാത്തിറാണ്.
അപ്പോൾ മുതവാത്തിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലളിതമായ വിശദീകരണം ധാരാളം ആളുകൾ ഉദ്ധരിച്ച ഒരു ഹദീത്ത്, വ്യത്യസ്ത നാടുകളിൽ നിന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുന്ന ധാരാളം ആളുകൾ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീത്തുകൾക്കാണ് എന്ത് പറയുന്നത്? മുതവാത്തിർ എന്ന് പറയുന്നത്. മുതവാത്തിർ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ ഒരു ഹദീസിന്റെ ലഫ്ള് തന്നെ കുറെ ആളുകൾ ഉദ്ധരിക്കുക, അതിന് മുതവാത്തിർ ലഫ്ളി എന്ന് പറയും. ഈ ഹദീസ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് പറയുന്ന ഹദീസ് മുതവാത്തിർ ലഫ്ളിയാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ 70ഓളം സഹാബികൾ ഉദ്ധരിച്ചു. എന്നാൽ മറ്റൊന്ന് മുതവാത്തിർ മഅനവിയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ധാരാളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും, അതേ വാക്കുകളാവണമെന്നില്ല. അതിന് മുതവാത്തിർ മഅനവി എന്ന് പറയും. എന്നാൽ ആഹാദ് എന്ന് പറയുന്നത് അത് ആ രൂപത്തിലല്ലാതെ ചുരുങ്ങിയ 3, 4 അല്ലെങ്കിൽ 5 സഹാബികളൊക്കെ ഉദ്ധരിച്ചതിനാണ് ആഹാദ് എന്ന് പറയുന്നത്. ഈ ഒരു വേർതിരിവ് കൊണ്ടുവന്നത് മുതകല്ലിമീങ്ങളാണ്. അശ്അരി മദ്ഹബും മറ്റും അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു വേർതിരിവ് കൊണ്ടുവന്നത്. എന്തിനാണ് അവർ കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കുക, അവർ പറഞ്ഞു ആഹാദായ ഹദീസുകൾ അത് കേവലം നമുക്കൊരു വാർത്ത നൽകുന്നു, ഒരു വിവരം നൽകുന്നു, അത് നമുക്ക് വിശ്വസിക്കാം എന്നതിലുപരി ഉറച്ചു വിശ്വസിക്കാൻ ഇത് ശരിയാണ് എന്ന് 100% പറയുക പ്രയാസമാണ്. ഇത് ശരിയാണ് എന്ന് 100% പറയുക പ്രയാസമാണ്. കാരണം ഒരു സഹാബി ഉദ്ധരിച്ചു, അല്ലെങ്കിൽ 2 ആൾ ഉദ്ധരിച്ചു, ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം. ഇതാണ് അവരുടെ ന്യായീകരണത്തിന്റെ ഒരു ഭാഗം. എന്നാൽ ആഹാദ് മുതവാത്തിറായ ഹദീസുകൾ ധാരാളം ആളുകൾ ഉദ്ധരിച്ചു, അതുകൊണ്ട് അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അവർ വേർതിരിവ് പറയുകയും അതിനെ തുടർന്ന് അവർ ചെയ്തത് എന്താണ്? അവർ പറഞ്ഞു, അഖീദയിൽ നാം ഒരു കാര്യം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? മുതവാത്തിറായ ഹദീസുകൾ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഹദീസ് അഖീദയിൽ ഒരു കാര്യം സ്ഥാപിതമാകണമെങ്കിൽ മുതവാത്തിറായ ഹദീസ് മാത്രമേ ഉപയോഗിക്കാവൂ. തയ്യിബ്, അവരോട് നിങ്ങൾ ചോദിച്ചാൽ ഈ അഹാദായ ഹദീസുകൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ഫിഖ്ഹിൽ നമ്മൾ അഹാദായ ഹദീസുകൾ ഉപയോഗിക്കും. ഫിഖ്ഹിൽ ആഹാദായ ഹദീസുകൾ ഉപയോഗിക്കും. എന്നാൽ അഖീദ വിശ്വാസമാണ്, വലിയ കാര്യമാണ്. അതിൽ ധാരാളം സഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിറായ ഹദീസുകൾ മാത്രമേ പറയുകയുള്ളൂ. ഇതാണ് അവരുടെ വിശ്വാസം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മുഖ്തസർ സവാഇഖുൽ മുർസലയിൽ അവർക്ക് മറുപടി പറഞ്ഞപ്പോൾ വളരെ രസകരമായ ഒരു മറുപടി പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, നിങ്ങൾ അഖീദയിൽ സ്വീകരിക്കില്ല, ഫിഖ്ഹിൽ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫിഖ്ഹിയായ ഏതൊരു മസ്അലയും ഒരു അഖീദ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനെയാണ്? അപ്പൊ അവർ പറയുന്നത് സുന്നത്ത് നിസ്കാരം സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതനുസരിച്ച് അമൽ ചെയ്യും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അത് ഒരു ഫിഖ്ഹിലാണെങ്കിലും അവിടെ ഇത് സുന്നത്താണ് എന്ന അഖീദയുണ്ട്, അല്ലെങ്കിൽ ഫർദ് നിസ്കരിക്കുമ്പോൾ ഇത് ഫർദാണ് എന്ന വിശ്വാസം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരു ഫിഖ്ഹിയായ മസലയുടെ പിന്നിലും ഒരു അഖീദ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദത്തെ തന്നെ ഖണ്ഡിക്കുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവർക്ക് മറുപടി നൽകിയതായി കാണാം. എന്നാൽ അഹ്ലുസുന്ന അവരുടെ വീക്ഷണം അനുസരിച്ച് ഹദീസ് ആഹാദാണെങ്കിലും മുതവാത്തിറാണെങ്കിലും മുതവാത്തിറാണെങ്കിലും അത് തെളിവാണ്. അഖീദയിലും തെളിവാണ്, ഫിഖ്ഹിലും തെളിവാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയൊക്കെ പറഞ്ഞതുപോലെ ബിദ്അത്തുകാരല്ലാതെ ആഹാദായ ഹദീസുകളെ അഖീദയിൽ സ്വീകരിക്കുകയില്ല എന്ന് പറയുകയില്ല. അഹ്ലുസുന്ന ഏത് കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാട് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടുവോ എങ്കിൽ അത് തെളിവാണ്. മനസ്സിലായോ? ഇതാണ് ഹദീസിന്റെ 2 ഇനം, ആഹാദ്, മുതവാത്തിർ. തയ്യിബ്, ഇനി നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരാം. നമ്മൾ ഏതെങ്കിലും അഖീദന്റെ മസല പറയുമ്പോൾ, ഉദാഹരണത്തിന് മീസാനിന്റെ വിഷയത്തിൽ വന്ന ഹദീസ് മുതവാത്തിറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ധാരാളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ധാരാളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മുതവാത്തിർ ഞാൻ നേരത്തെ പറഞ്ഞ 2 രൂപം, മുതവാത്തിർ ലഫ്ളി, മഅനവി. വാക്ക് തന്നെ കുറെ സഹാബികൾ ഉദ്ധരിക്കുക, അല്ലെങ്കിൽ ആശയം ഉദ്ധരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞാൽ അവന് നരകം ഉറപ്പാണ് എന്ന ഹദീസ് ഒഴികെ വേറെ ഒരു ഹദീസും വാക്കുകൊണ്ട് മുതവാത്തിറായിട്ട് വന്നിട്ടില്ല. വാക്കുകൊണ്ട് മുതവാത്തിറായി വേറെ ഒരു ഹദീസും ഇല്ല. അപ്പൊ ഈ ഹദീസിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? മീസാൻ എന്ന പരാമർശവുമായി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഉലമാക്കൾ പറയുന്നത് ഹദീസ് മുതവാത്തിറാണ്, അഥവാ മുതവാത്തിർ മഅനവിയാണ്, ലഫ്ളി അല്ല എന്നർത്ഥം. തയ്യിബ്, ഇനി മീസാൻ ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലയഅതി റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമ. പരലോകത്ത് വലിയ ഭാരമുള്ള തടിച്ച ഒരു മനുഷ്യൻ വരും, പക്ഷേ ലാ യസിനു, അല്ലാഹുവിന്റെ മീസാനിൽ അവൻ തൂങ്ങുകയില്ല, ജനാഹ ബഊദത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും ഭാരം പോലും അവൻ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? വലിയ ഭാരമുള്ള മനുഷ്യനാണ്, പക്ഷെ അള്ളാഹുവിന്റെ തുലാസിൽ അവന്റെ ഭാരം ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഉണ്ടാവില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഒരിക്കൽ അദ്ദേഹം ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി.
അദ്ദേഹത്തിന്റെ വകാനത്ത് ദഖീഖതൻ ഹസീല ഇൻകശഫത് സാഖു, അദ്ദേഹത്തിന്റെ കണങ്കാല് വെളിവായി, അഥവാ മരത്തിൽ കയറിയപ്പോൾ കാലിന്റെ താഴ്ഭാഗം കാണാൻ തുടങ്ങി. അത് വളരെ നേർന്നതായിരുന്നു, മെലിഞ്ഞതായിരുന്നു. ഫളഹിക മിൻഹ ബഅദുൽ ഹാദിരീൻ, അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അത് കണ്ടപ്പോൾ ചിരിച്ചു, വളരെ മെലിഞ്ഞ കാല് കണ്ടപ്പോൾ ചിരിച്ചു. ഫഖാല നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതൽഹഖൂന മിൻ ദിഖ്ഖതി സാഖി, ഇത്രയും മെലിഞ്ഞ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്, ഉഹദ് പർവ്വതത്തെക്കാളും അല്ലാഹുവിന്റെ മീസാനിൽ ഇബ്നു മസ്ഊദിന്റെ ഈ കാലുകൾക്ക് തൂക്കമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിലുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീസാനിനെ കുറിച്ച് ഈ ഹദീസിൽ പരാമർശിച്ചു. അതുപോലെ നിങ്ങളൊക്കെ കേട്ട ഹദീസ്, ഇമാം ബുഖാരിയുടെ സഹീഹിലെ അവസാനത്തെ ഹദീസ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും ഭാരമുള്ള രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദി. അപ്പോൾ മീസാനിൽ വിശ്വസിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയിൽ പെട്ടതാണ്. ഇനി മീസാനിൽ അതിന്റെ സിഫത്തുകൾ ഹദീസുകളിൽ വന്നത് എങ്ങനെയാണ്? മീസാന്റെ രൂപം, മീസാൻ ഓരോരോ ഉമ്മത്തിന് ഓരോരോ മീസാനാണോ, അതല്ല എല്ലാ സമൂഹത്തിനും കൂടി ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ അവസാന നാൾ വരെ വരുന്നവർക്ക് ഒരു മീസാനാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പല പണ്ഡിതന്മാരും ഒരു മീസാൻ എന്ന അഭിപ്രായം സ്വീകരിച്ചവരാണ്. പക്ഷെ നമുക്കിന്ന് പ്രത്യേകിച്ച് അമലുമായി ആ ഒരു കാര്യത്തിന് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് വിശാലമായ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. നിങ്ങളങ്ങനെ മനസ്സിലാക്കുക, ഒരു മീസാനാണോ അതല്ല ഒന്നിലധികം മീസാനാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മീസാന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. തുലാസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ലഹു കിഫ്ഫതാൻ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് പാപം ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫതൂദഉ സിജില്ലാതു ഫീ കിഫ്ഫത്തിൻ, അവൻ ചെയ്തിരിക്കുന്ന നന്മകളുടെ അല്ലെങ്കിൽ തിന്മകളുടെ അവന്റെ പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഒരു തട്ടിലും, വൽ ബിതാഖതു ഫീ കിഫ്ഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എഴുതിയിരിക്കുന്ന ബിതാഖ മറ്റൊരു തട്ടിലും വെച്ചാൽ ആ തട്ട് തൂങ്ങും എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിൽ എന്ത് വ്യക്തമായിട്ടുണ്ട്? മീസാനിന് രണ്ട് തട്ടുകളാണ്. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന മീസാനിന് രണ്ട് തട്ടുകളാണ്. ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് തഹാവിയുടെ ശർഹിൽ പറഞ്ഞു, അല്ലദീ ദല്ലത അലൈഹി സുന്ന, പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിച്ചു തന്നത്, അന്ന മീസാൻ അൽ അഅമാൽ ലഹു കിഫ്ഫതാനി ഹിസ്സിയ്യതാനി മുശാഹദതാൻ, കാണാൻ സാധിക്കുന്ന നിലയിലുള്ള രണ്ട് തട്ടുകളാണ് മീസാനിനുള്ളത്. അതുപോലെ തന്നെ അഹ്ലുസുന്ന മീസാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിച്ച കാര്യമാണ്, മീസാനിന് നാവുണ്ട്. അല്ലാഹു അമലുകൾ തൂക്കുന്ന മീസാനിന് നാവുണ്ട്. സഫാരീനി റഹിമഹുല്ലാഹ് ലവാമിഉൽ അൻവാരിൽ ബഹിയയിൽ പറയുന്നു, ദല്ലത്തിൽ ആഥാർ, ഹദീസുകളും ആഥാറുകളും അല്ലെങ്കിൽ ആഥാറുകൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്, അന്നഹു മീസാനുൻ ഹഖീഖി, അത് യഥാർത്ഥത്തിൽ ഒരു തുലാസ് തന്നെയാണ്, രണ്ട് തട്ടുകളുള്ള തുലാസാണ്. ദൂ കിഫ്ഫതൈൻ, അതിന് രണ്ട് തട്ടുകളുണ്ട്. വലിസാനിൻ, അതിനൊരു നാവുണ്ട്, സംസാരിക്കുന്ന ഒരു നാവുണ്ട്. കമാ ഖാല ഇബ്നു അബ്ബാസ് വൽ ഹസനുൽ ബസ്രി, ഇമാം ഹസനുൽ ബസ്രിയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ അതിന് രണ്ട് തട്ടുകളും ഒരു നാവുമുണ്ട് എന്ന് ഇമാം സഫാരിനി റഹിമഹുല്ലാഹ് പറയുന്നു. ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യൻസിബു മീസാനൻ ലഹു ലിസാനുൻ വകിഫ്ഫതാൻ, അല്ലാഹു പരലോകത്ത് സ്ഥാപിക്കുന്ന മീസാനിന് രണ്ട് തട്ടുകളും നാവും ഉണ്ടാകുമെന്ന് ഇമാം ബഗവി റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറഞ്ഞു. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസമെന്ന് ഇമാം അസ്സജ്ജാജ് റഹിമഹുല്ലാഹ്, അല്ലെങ്കിൽ മീസാനിന് നാവുണ്ട് എന്നുള്ളതാണ് ശരിയെന്ന് ഇമാം അസ്സജ്ജാജ് റഹിമഹുല്ലാഹ് ഇജ്മാഅ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. മീസാൻ സിഫത്ത് മനസ്സിലായില്ലേ? രണ്ട് തട്ടുകളുണ്ട്, അതുപോലെ തന്നെ അതിന് സംസാരിക്കുന്ന നാവുണ്ടാകും. തയ്യിബ്, ഇനി മീസാനിൽ എന്താണ് തൂക്കുക, എന്താണ് മീസാനിൽ തൂക്കപ്പെടുക? അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അഖീദയിൽ അടിസ്ഥാനം അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചില മസ്അലകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം വന്നത്. അതിലൊരു മസ്അലയാണ് ഈ മസ്അല, ഏതൊരു കാര്യമാണ് മീസാനിൽ തൂക്കപ്പെടുക എന്നുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം അമലുകളാണ് തൂക്കപ്പെടുക, അമലുകളാണ് തൂക്കപ്പെടുക. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു അതാണ് ഏറ്റവും ശരി. എന്താണ് തെളിവ്? അവർ പറയുന്നു, രണ്ട് വാക്കുകൾ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് എളുപ്പമുള്ള രണ്ട് വാക്കുകൾ, സഖീലതാനി ഫിൽ മീസാൻ, എന്നാൽ അത് മീസാനിൽ ബലമുള്ളതാണ്. അത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ആ രണ്ട് അമലിനെ കുറിച്ചാണ്. നാവ് കൊണ്ട് പറയുന്ന ദിക്ർ, ആ അമലിനെ കുറിച്ചാണ് ആ ഹദീസിൽ പരാമർശിക്കപ്പെട്ടത്. അതുകൊണ്ട് അമലുകളാണ് തൂക്കുക. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം,
അമല് ചെയ്ത വ്യക്തിയെയാണ് പരലോകത്ത് തൂക്കുക. അമല് ചെയ്ത വ്യക്തിയെയാണ് പരലോകത്ത് തൂക്കുക. എന്താണ് അതിന് തെളിവ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, നേരത്തെ നമ്മൾ വായിച്ച ഹദീസ്. അതാണ് ഇമാം ശൻഖീത്തി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ച അഭിപ്രായം. മൂന്നാമത്തേത്, നമ്മൾ ചെയ്തിരിക്കുന്ന അമലുകൾ, ആ ഏടുകളാണ് തൂക്കപ്പെടുക. സഹായിഫുൽ അഅമാൽ, നമ്മുടെ അമലുകളുടെ ഏടുകളാണ് തൂക്കപ്പെടുക. എന്താണ് അതിന് തെളിവ്? ഹദീസുൽ ബിതാഖ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഭാഗത്ത് അമലുകളും ഒരു ഭാഗത്ത് ഈ ബിതാഖയും വെക്കും എന്ന് പറഞ്ഞ ഹദീസ്. അതാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മൂന്നിനും സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ അമലുകൾ തൂക്കും, ചില സാഹചര്യങ്ങളിൽ വ്യക്തികളെ തൂക്കും, ചില സാഹചര്യങ്ങളിൽ ആ അമലുകളുടെ ഏടുകൾ തൂക്കും. ഇതിന് മൂന്നിനും സാധ്യതയുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തിരുന്നാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതുപോലെ അവിടെ തൂക്കുന്നത് എന്താണ് എന്നതിലുള്ള ചർച്ചയ്ക്കപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ്? അമലുകൾ വർദ്ധിപ്പിക്കാനാണ്. അമലുകളില്ല എങ്കിൽ അത് ചെയ്ത വ്യക്തിക്ക് ഒരു വിലയുമില്ല. അമലുകളില്ല എങ്കിൽ നമ്മുടെ ഏടുകൾ തൂക്കപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അമലുകളിൽ ശ്രദ്ധ കാണിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മുഖ്യം. അത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാനാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും അമലുകളിൽ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധ കാണിക്കണം. അമലുകളിൽ കഴിവിന്റെ പരമാവധി മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, എപ്പോഴും നമ്മുടെ നാവിൽ ദിക്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലതിനു വേണ്ടി മാത്രം പണിയെടുക്കുക, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ഇങ്ങനെ അമലുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രാത്രി നിസ്കാരങ്ങൾ, ഭാര്യയോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരോടുള്ള പെരുമാറ്റം, ഇങ്ങനെ നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി നാം മാറണം. ഏറ്റവും നല്ല സ്വഭാവം നമ്മുടേതായിരിക്കണം. നമ്മെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അടിമകളിൽ ചിലരുണ്ട്, അവരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ അമലുകളിൽ നാം ഒരു ശ്രദ്ധയുണ്ടാകാൻ എപ്പോഴും ശ്രമിക്കുക. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ സംസാരത്തിൽ പറഞ്ഞു, വല്ലാഹു തആല യുകല്ലിമുൽ ഇബാദ യൗമൽ ഖിയാമ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അടിമകളോട് സംസാരിക്കും, അതിനിടയിൽ യാതൊരു മധ്യസ്ഥനും ഉണ്ടാവുകയില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിൽ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കും, നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിൽ വേറൊരാളും ഉണ്ടാവുകയില്ല. അല്ലാഹു നിങ്ങളോട് നേരിട്ട് വിചാരണ ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫയൻദുറു അയ്മന മിൻ, അടിമ വിചാരണ ചെയ്യപ്പെടുമ്പോൾ വലതു ഭാഗത്തേക്ക് നോക്കും, ഫലാ യറ ഇല്ലാ മാ ഖദ്ദം, ചെയ്ത അമലുകളല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ഫയൻദുറു അശ്അമ മിൻ, ഇടതു ഭാഗത്തേക്ക് നോക്കും, ഫലാ യറ ഇല്ലാ മാ ഖദ്ദം. ഫയൻദുറു ബൈന യദൈ, മുൻഭാഗത്തേക്ക് നോക്കും, ഫലാ യറ ഇല്ലാ മാ ഖദ്ദം, ചെയ്ത അമലുകളല്ലാതെ പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അമലുകളിൽ നാം മുന്നേറുക. റബ്ബിന്റെ വിചാരണ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ല എങ്കിൽ ഒരാൾക്കും വിജയിക്കാൻ സാധിക്കാത്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഫഖദ് ഹലക്. ചില റിവായത്തുകളിൽ ഫഖദ് ഉദ്ദിബ്, അള്ളാഹു എങ്ങാനും ഒരു വ്യക്തിയെ വേണ്ടതുപോലെ വിചാരണക്കെടുത്താൽ അവൻ നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലു അഹദും മിൻകുമുൽ ജന്നത ബിഅമലി, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ സൽക്കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് കരുതരുത്. നിങ്ങൾ സൽക്കർമ്മം ചെയ്ത കാരണത്താൽ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കരുതരുത്. സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളോ? പ്രവാചകൻ പറഞ്ഞു, വല അന, ഞാനും, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിൻ മിൻഹു വഫള്, അല്ലാഹുവിന്റെ റഹ്മത്ത് എനിക്ക് വിശാലമായാലല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മിടുക്കും നമ്മുടെ കഴിവൊക്കെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് വളരെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും അമലുകളിൽ മുന്നേറുക. റബ്ബ് കാണുന്നു എന്ന ബോധം സദാസമയം നമുക്കുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിക്കാതിരിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നാം സമയം കൊണ്ട് കളയരുത്. ഇത് ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ സലഫി സഹോദരങ്ങൾക്കിടയിൽ ഇന്ന് ഈ ഒരു മുസീബത്ത് കാണുന്നത് കൊണ്ടാണ്. ചില ആളുകൾക്ക് ഇടയിലെങ്കിലും ഇതിങ്ങനെ ഓരോ സീസണിൽ പുതിയ മസ്അല എന്ന് പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഓരോ കാലം വരുമ്പോൾ പുതിയ മസ്അല, അതിന്റെ പേരിൽ കുറെ തർക്കങ്ങൾ, എത്ര മോശം വാക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത്. ചിലരൊക്കെ എഴുതിവിടുന്ന സംസാരങ്ങൾ കണ്ടാൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നൊരു ചിന്തയില്ലാത്തതുപോലെയാണ് അവരുടെ സംസാരങ്ങൾ. അതുകൊണ്ട് നാം എപ്പോഴും സംസാരിക്കുമ്പോൾ റബ്ബ് കാണുന്നു എന്ന ബോധത്തിൽ നാം സംസാരിക്കുക.
നമുക്ക് ദീനിന്റെ വിഷയത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാം, വിഷയങ്ങൾ അവതരിപ്പിക്കാം. പക്ഷേ ഓരോരോ വിഷയത്തിലും ദീന് നൽകിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് നാം ഉയർത്താൻ പാടില്ല. പരസ്പരം ഭിന്നിക്കാൻ അനുവാദമില്ലാത്ത മസായിലുകളുടെ മേൽ ഭിന്നിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് ശർഅ അനുവദിക്കാത്തതാണ്. അപ്പൊ ശർഅ ഒരു വിഷയത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെക്കാൾ നാം ആ വിഷയത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്ലാമിന് പരിചയമുള്ള മാർഗമല്ല, നമ്മുടെ നാട്ടിൽ ചിലർ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് അനാവശ്യമായ തർക്കങ്ങളും മോശമായ സംസാരങ്ങളുമൊക്കെ എപ്പോഴും നാം ഒഴിവാക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നൊരു ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, വൽ ഈമാനു ബിൽ ഹൗളി, ഹൗളിൽ വിശ്വസിക്കുക, ഹൗളിൽ വിശ്വസിക്കുക. വഅന്ന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗളൻ യൗമൽ ഖിയാമ യരിദു അലൈഹി ഉമ്മത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന നാളിൽ അല്ലെങ്കിൽ ഖിയാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൗള് നൽകും. അർളുഹു മിസ്ലു തൂലിഹി, അതിന്റെ വീതി അതിന്റെ നീളം പോലെയാണ്, അതിന്റെ വീതി അതിന്റെ നീളം പോലെയാണ്. ആനിയതുഹു കഅദദി നുജൂമിസ് സമാഇ അലാ മാ സഹഹത് ബിഹിൽ അഖ്ബാർ മിൻ ഗൈരി വജ്ഹിൻ. ഒന്നിലധികം റിവായത്തുകളിലും മറ്റും സ്ഥിരപ്പെട്ടതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിനത്രയും അതിലെ പാത്രങ്ങൾ വരുമെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു. അപ്പൊ അത്രയും അധികം പാത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കുടിക്കാനുള്ള പാത്രങ്ങൾ അത്രയും അധികം ഉണ്ടാകുമെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു. ഹൗളിന്റെ വിഷയത്തിൽ വന്ന ഹദീസ് മുതവാത്തിറാണ് എന്ന്, മുതവാത്തിർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സിഫത്ത്, അതിന്റെ വിശേഷണം എന്താണ്? നേരത്തെ നാം പറഞ്ഞതുപോലെ അർളുഹു മിസ്ലു തൂലിഹി, അതിന്റെ വീതിയും നീളവും ഒരുപോലെയാണ്. വേറെ ചില റിവായത്തുകളിൽ കാണാം സവായാഹു സവാ, അതിന്റെ 4 ഭാഗങ്ങളും ഒരുപോലെയാണ്, 4 ഭാഗങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഹൗള് സ്ക്വയർ രൂപത്തിലാണ്, അതൊരു സ്ക്വയർ രൂപത്തിലാണ്. ചില ആളുകൾ അത് സർക്കിൾ രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ, പല ഉലമാക്കളും പറഞ്ഞതുപോലെ അത് മുറബ്ബ ആണ്, അത് സ്ക്വയർ രൂപത്തിലാണ്, ദാഇരിയല്ല, റൗണ്ടായിട്ടുള്ളതല്ല. അതാണ് ഹൗളിന്റെ വിഷയത്തിൽ ശരിയായ അഭിപ്രായം. പിന്നെ ഇവിടെ ഇമാം അഹ്മദ് പറഞ്ഞു, ആനിയതുഹു കഅദദി നുജൂമിസ് സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവിടെയുള്ള പാത്രങ്ങൾ, ഹൗളിൽ നിന്ന് കുടിക്കാനുള്ള പാത്രങ്ങൾ. എന്നാൽ വേറെ ചില റിവായത്തുകളിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ലആനിയതുഹു അക്സറു മിൻ അദദി നുജൂമിസ് സമാഇ വകവാകിബിഹാ എന്ന് കാണാം സഹീഹ് മുസ്ലിമിൽ. ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാളും വളരെ അധികമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ 2 ഹദീസാണ്. ഒന്ന് ആകാശത്തുള്ള നക്ഷത്രത്തിന്റെ അത്ര, രണ്ടാമത്തേത് ആകാശത്തുള്ള നക്ഷത്രത്തെക്കാളും വളരെയധികം. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ആകാശത്തുള്ള നക്ഷത്രത്തെക്കാളും വളരെ അധികമാണ് ഹൗളിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ മസ്അലകൾ, ഹൗള്, മീസാൻ, അതിന് കേവലം ഒരു തർത്തീബ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, മരണശേഷം എല്ലാവരെയും ഖബറിൽ വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. എല്ലാവരെയും ഖബറിൽ മറവ് ചെയ്യും. അതിനുശേഷം അവസാന നാളിൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അല്ലെ? പിന്നെ എല്ലാവരും എവിടേക്ക് പോകും? മഹ്ശറിലേക്ക് പോകും. മഹ്ശറിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അവർ അവരുടെ പ്രയാസങ്ങളും മറ്റും അനുഭവിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ജനങ്ങളെല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കും. അവരുടെ തൊട്ടുമുകളിലായി സൂര്യൻ ഉണ്ടാകും. വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും. ജനങ്ങൾ ആദം അലൈഹിസ്സലാം, പിന്നെ നൂഹ് അലൈഹിസ്സലാം എല്ലാവരുടെ അരികിലേക്കും പോയി എങ്ങനെയെങ്കിലും അള്ളാഹു ഒന്ന് വിധി തുടങ്ങാൻ വേണ്ടി പറയാൻ ജനങ്ങൾ അമ്പിയാക്കളോട് പറയും. എല്ലാവരും ഒഴിഞ്ഞു മാറും. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറാവുകയും അങ്ങനെ ഷഫാഅത്തുൽ ഉൾമ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് വിധി നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി പിന്നീട് ഷഫാഅത്തുൽ ഉൾമ, പ്രവാചകന്റെ ഷഫാഅത്തിന് ശേഷം ആരംഭിക്കും. പിന്നെ എന്താണ് മൂന്നാമത്തെ ഘട്ടം? ഹിസാബാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അമലുകൾ എഴുതിയിരിക്കുന്ന ഏടുകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ആരംഭിക്കും. അതിനുശേഷമുള്ള ഘട്ടമാണ് മീസാൻ എന്ന് പറയുന്നത്. അല്ലാഹു ഹിസാബ് ആരംഭിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ അമലുകൾ തൂക്കപ്പെടുക. പിന്നീട് അമ്പിയാക്കളുടെ കീഴിലായി ജനങ്ങൾ അണിനിരക്കും, അഥവാ ഓരോരോ സമൂഹം അവരവരുടെ നബിയുടെ പിറകിലായി അണിനിരക്കും. അതിനുശേഷം സിറാത്തിലൂടെ ആളുകൾ പ്രവേശിക്കുക, സിറാത്തിലൂടെ
കടക്കുക. നിങ്ങൾ കേട്ടതുപോലെ ചില ആളുകൾ വളരെ വേഗതയിൽ പോകും. സിറാത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഖന്തറയുണ്ട്, ഒരു പാലമുണ്ട്. ആ പാലത്തിൽ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഹിസാബും മറ്റും ബാക്കിയുണ്ടെങ്കിൽ അവിടെ പിടിച്ചു വെക്കപ്പെടുകയും അത് അവിടെ വെച്ച് തീരുമാനമാക്കപ്പെടുകയും ചെയ്യും. പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ചെറിയൊരു തർത്തീബ്. ഈ വിഷയത്തിൽ തെളിവുകളിൽ വന്നിരിക്കുന്ന ചെറിയൊരു തർത്തീബ്. ചിലത് ആദ്യം ഏതാണ് പിന്നീട് ഏതാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നേർക്ക് നേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് തർത്തീബ് എന്ന് എല്ലാ വിഷയങ്ങളും പറഞ്ഞു തന്നിട്ടില്ല. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, വൽ ഈമാനു ബിഅദാബിൽ ഖബർ, അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ് ഖബർ ശിക്ഷയിൽ വിശ്വസിക്കുക എന്നുള്ളത്. വഅന്ന ഹാദിഹിൽ ഉമ്മ തുഫ്തനു ഫീ ഖുബൂരിഹ, ഈ ഉമ്മത്ത് ഖബറിൽ ഫിത്നയിൽ അകപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ഖബറിൽ ഫിത്നയുണ്ടാകും. എന്താണ് ഫിത്ന? ഖബറിലുള്ള ചോദ്യങ്ങൾക്കാണ് ഫിത്ന എന്ന് പറയുന്നത്. ഖബറിൽ അടിമകൾ നേരിടുന്ന ചോദ്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ഫിത്ന എന്ന് പറയുന്നത്. വതുസ്അലു അനിൽ ഈമാനി വൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും അവിടെ ചോദ്യം ചെയ്യപ്പെടും. വമൻ റബ്ബുഹു വമൻ നബിയുഹു, ആരാണ് റബ്ബ് ആരാണ് നബി എന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും. വയഅതീഹി മുൻകറുൻ വനകീറുൻ കൈഫ ശാ അല്ലാഹു വകൈഫ അറാദ് വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി. മുൻകർ നകീർ എന്ന രണ്ട് മലക്കുകൾ വരികയും അടിമകളോട് ചോദിക്കുകയും ചെയ്യും എന്ന വിഷയത്തിലും നാം വിശ്വസിക്കുക. ഉറക്കു വരുന്നുണ്ടോ? തയ്യിബ്. ഖബർ ശിക്ഷ പെട്ടെന്ന് നിർത്താം. ഖബർ ശിക്ഷ സ്ഥിരപ്പെട്ടതാണ് എന്ന വിഷയം ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഖബർ ശിക്ഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഖബർ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മരണശേഷമുള്ള ശിക്ഷ. ഖബറിൽ വെക്കണമെന്നുണ്ടോ? ഇല്ല. ഇത് പൊതുവായി മുസ്ലിമീങ്ങളെ ഖബറടക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അതല്ലെങ്കിൽ ഖബർ ശിക്ഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ശർഈൽ ഉദ്ദേശം മരണശേഷമുള്ള ശിക്ഷയാണ്. ദഫൻ ചെയ്യണമെന്നില്ല. ഒരാളെ കത്തിച്ചു കളയാണ്, അല്ലെങ്കിൽ ഒരാളുടെ ശരീരം ലഭിച്ചിട്ടില്ല, അതൊക്കെ മരണശേഷമുള്ള സാഹചര്യമാണ്. അപ്പൊ ഖബർ ശിക്ഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മരണശേഷമുള്ള സാഹചര്യമാണ്. തയ്യിബ്. എന്താണ് ഖബർ ശിക്ഷക്കുള്ള തെളിവ്? സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു തൗബ 101-ാമത്തെ വചനത്തിൽ, സനുഅദ്ദിബുഹും മറതൈൻ ثم يردون الى عذاب عظيم. മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു പരാമർശിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, സനുഅദ്ദിബുഹും മറതൈൻ, അവരെ നാം രണ്ട് തവണ ശിക്ഷിക്കും. ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞു, അൽ അദാബു الثاني هو عذاب القبر. രണ്ട് ശിക്ഷ എന്ന് പറയുന്നത് ഒന്നാമത്തെ ശിക്ഷ ഭൂമിയിൽ വെച്ച് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്. അത് അവരോടുള്ള യുദ്ധം പോലെ അല്ലെങ്കിൽ ഏത് രൂപത്തിലാവട്ടെ മുനാഫിഖീങ്ങൾക്ക് ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ. രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഖബർ ശിക്ഷയാണ് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം മുജാഹിദ് ഖുർആന്റെ ആയത്തിന് എന്തെങ്കിലും വിശദീകരണം നൽകിയാൽ അതിനുള്ള പ്രത്യേകത എന്താണ്? ഇമാം മുജാഹിദ് ആരാണ്? താബിഈയാണോ താബിഈയാണോ? താബിഈയാണ്. ഇമാം മുജാഹിദ് താബിഈയാണ്. ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പ്രത്യേകത, പല പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ തഫ്സീർ തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നു, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി ഓതിക്കൊടുക്കുകയും ഓരോരോ ആയത്തിൽ നിർത്തിക്കൊണ്ട് ഇബ്നു അബ്ബാസിനോട് അതിന്റെ വിശദീകരണം ചോദിച്ചു പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല പറഞ്ഞതായി ഇമാം തബരി ഉദ്ധരിക്കുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് റഹിമഹുല്ലയുടെ തഫ്സീർ അത് തെളിവാണ്. കാരണം അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പഠിച്ചതായാണ് ഉലമാക്കൾ പരിഗണിക്കുന്നത്. അപ്പൊ ഖബർ ശിക്ഷയ്ക്കുള്ള ഒന്നാമത്തെ തെളിവ് ഈ ആയത്താണ്, സൂറത്ത് തൗബയിലെ സനുഅദ്ദിബുഹും മറതൈൻ ثم يردون الى عذاب عظيم. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലുള്ള കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ, നിങ്ങൾ ആരെങ്കിലും തശഹുദ് പറയുകയാണെങ്കിൽ 4 കാര്യങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. മിൻ അദാബി ജഹന്നം, നരകശിക്ഷ, വമിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷ, വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്, ജീവിതത്തിലെയും മരണശേഷവുമുള്ള എല്ലാ ഫിത്നയും, വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയും. എല്ലാ ഫിത്നയിൽ നിന്നും അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ജീവിതത്തിലും മരണത്തിലും നാം അനുഭവിക്കുന്ന ഫിത്നകളിൽ നിന്നും കാവൽ ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതും എന്തിന് തെളിവാണ്? ഖബർ ശിക്ഷയുണ്ട് എന്നതിന് തെളിവാണ്. വേറെയും ധാരാളം വിഷയങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ 2 പേർ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായി കണ്ടു. അങ്ങനെ പ്രവാചകൻ ഒരു ഈന്തപ്പനയുടെ കഷ്ണം അല്ലെങ്കിൽ
അതിൻ്റെ ഒരു തടി മുറിക്കുകയും 2 ഭാഗത്തായി നട്ടുവെക്കുകയും ശേഷം ഇതുണങ്ങാത്ത കാലത്തോളം അവർക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിലും ഖബർ ശിക്ഷ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഖബറിൽ നമുക്ക് ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ പേര് ഈ ഹദീസിൽ വന്നതുപോലെ മുൻകർ നക്കീർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിത്ത്, ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ, ഔ ഖാല അഹദുക്കും, നിങ്ങൾ ആരെയെങ്കിലും മറവ് ചെയ്യപ്പെട്ടാൽ, അതാഹു മലകാനി അസ്വദാനി അസ്റഖാൻ, കറുത്ത 2 മലക്കുകൾ അവന്റെ അരികിലേക്ക് വരും. യുഖാലു ലി അഹദിഹിമ, അതിൽ ഒന്നാമത്തെ ആളുടെ പേര് മുൻകർ എന്നാണ്. വൽ ആഖറു, രണ്ടാമത്തെ ആളുടെ പേര് അന്നകീർ എന്നാണ്. എന്നിട്ട് ആളുകളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇമാം അഹ്മദ് ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കും, ആരാണ് റബ്ബെന്ന് ചോദിക്കും, ആരാണ് നബി എന്ന് ചോദിക്കും. ഇതാണ് 3 ചോദ്യങ്ങൾ. ചില ഹദീസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം വേറെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹാഫിദ് അസ്സുയൂത്തി റഹിമഹുല്ലാ ബുശ്റൽ കഈബ് ബിലിഖാഇൽ ഹബീബ് എന്ന കിതാബിൽ അദ്ദേഹം ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം. വേറെ ചില ഹദീസുകളിൽ വേറെ ചില ചോദ്യങ്ങൾ വന്നതായി കാണാം. ഹാഫിദ് അസ്സുയൂത്തി അദ്ദേഹത്തിന് ശർഹു സുദൂർ ബിശർഹി ഹാലിൽ മൗത വൽ ഖുബൂർ എന്ന് പറയുന്ന കിതാബിൽ സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞു, 3 ചോദ്യങ്ങൾക്കപ്പുറം ചോദ്യം വരും എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഒന്നുകിൽ ദുർബലമാണ്, അതല്ലെങ്കിൽ അത് ചില ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ വ്യാപകമായി ആളുകൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എന്താണ്? ഈ 3 ചോദ്യങ്ങൾ മാത്രമാണ്. ഇസ്ലാമിനെ കുറിച്ചും, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നബി, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക. അതല്ലാത്ത ചോദ്യങ്ങൾ അധിക ഹദീസുകളും ദുർബലമോ അല്ലെങ്കിൽ അത് ചില ആളുകൾക്ക് മാത്രമോ ഉണ്ടാകുന്നതാണ് എന്ന് ഹാഫിദ് അസ്സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ മനുഷ്യരുടെ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ഖബർ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഏറ്റവും അതിനുപകരിക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി മരണമാസന്നമായത് മുതൽ അവന്റെ മലക്കുകൾ വന്ന് അവന്റെ റൂഹ് പിടിക്കുന്ന ഘട്ടങ്ങളും അതൊക്കെ വിശദീകരിക്കുന്ന വലിയൊരു ഹദീസുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ആ ഹദീസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആ ഘട്ടങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അത് ഏറ്റവും നല്ല നിലയിൽ വിശദീകരിച്ച പണ്ഡിതൻ ഹാഫിദ് അസ്സുയൂത്തി റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിന്റെ ബുശ്റൽ കഈബ് എന്ന് പറയുന്ന കിതാബിൽ. അപ്രകാരം മറ്റൊരു മസ്അലയാണ്, ഖബറിൽ ജനങ്ങൾ 2 രൂപത്തിലാണ്. ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കാഫിർ. നേരത്തെ പരലോകത്തെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കാഫിർ. മുസ്ലിം ആണെങ്കിൽ അവൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. മൻ റബ്ബുക് വമൻ നബിയുക് വമാ ദീനുക് എന്നീ ചോദ്യങ്ങൾക്ക് മുസ്ലിം മറുപടി പറയും. കാഫിർ ആണെങ്കിൽ മറുപടി പറയുകയില്ല. അപ്പൊ മുസ്ലിം ആണോ, അവൻ ഫാസിഖ് ആണെങ്കിലും അവൻ മറുപടി പറയും. ഫാസിഖ് എന്ന് പറഞ്ഞ ആർക്കാണ് ഫാസിഖ് എന്ന് പറയാ? ഒന്നുകിൽ വൻപാപം ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ചെറിയ പാപം പതിവായി ചെയ്യുന്നവർ. അവരൊക്കെ എന്താണ്? ശറഇൽ ഫാസിഖീങ്ങളാണ്. ഇപ്പൊ ഫാസിഖ് ആണെങ്കിൽ പോലും മുസ്ലിം ആണോ, ഈ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയും. കാഫിർ ആണെങ്കിൽ ഹദീസുകൾ വന്നതുപോലെ അവൻ എന്ത് പറയും? ലാ അദ്രി എന്ന് അവൻ പറയും. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ ഈമാനു ബി ശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ വിശ്വസിക്കുക. വബി ഖൗമിൻ യുഖ്റജൂന മിനൻ നാരി ബഅദ മഹ്തറഖു വസാറു ഫഹ്മ فيؤمر بهم إلى نهر على باب الجنة كما جاء في الأثر كيف شاء الله وكما شاء إنما هو الإيمان والتصديق به. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ വിശ്വസിക്കണം. ഒരു വിഭാഗം ജനങ്ങളെ അള്ളാഹു നരകത്തിലിടുകയും അമലുകളില്ലാത്തതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവർ കത്തിക്കരിഞ്ഞ ശേഷം അള്ളാഹു അവരെ പുറത്തേക്കെടുക്കുകയും ഒരു നദിയുടെ ഭാഗത്തേക്ക് അവരെ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമെന്നും നാം വിശ്വസിക്കുക. ഇതാണ് ഇമാം അഹ്മദ് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നാമത്തെ മസ്അല ഷഫാഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ വിശ്വസിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഷഫാഅത്ത് പ്രവാചകന് മാത്രമാണോ? അല്ല. അല്ലാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല ഷഫാഅത്ത് ഉള്ളത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഫാഅത്തുൽ മലായിക, മലക്കുകളുടെ ഷഫാഅത്ത് ഉണ്ടാകും. വശഫഅത്തുൽ അംബിയാ വശഫഅൽ മുഅ്മിനൂൻ, അംബിയാക്കൾ ശുപാർശ ചെയ്യും.
ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ ശുപാർശ ചെയ്യും. ഇവരൊക്കെ എന്ത് ചെയ്യും? ശുപാർശ ചെയ്യും. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ നൽകുന്നതാണ്, ശുപാർശ ചെയ്യാനുള്ള അനുമതി നൽകുന്നതാണ്. എന്നാൽ എന്താണ് ഈ ശുപാർശ നൽകാനുള്ള മാനദണ്ഡം? ഒന്ന്, ശുപാർശ ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാവുക. രണ്ടാമത്തേത്, ശുപാർശ ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക. മൂന്നാമത്തേത്, ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തി തൗഹീദിന്റെ ആളുകളിൽപ്പെട്ടവനായിരിക്കുക, അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചു, പ്രവാചകരെ, അവസാന നാളിൽ എന്റെ താങ്കളുടെ ഷഫാഅത്ത് ആർക്കാണ് ലഭിക്കുക? പ്രവാചകൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സത്യസന്ധമായി പറഞ്ഞവർക്ക് എന്റെ ഷഫാഅത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ശുപാർശ ചെയ്യുന്നവന് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവണം, അതുപോലെ അള്ളാഹു അവന് അനുമതി നൽകണം. അള്ളാഹു പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. അള്ളാഹു അനുവദിക്കുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്താലല്ലാതെ ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല. അപ്പൊ അള്ളാഹു ഒരു വ്യക്തിക്ക് ശുപാർശ നൽകാൻ അനുമതി നൽകണമെങ്കിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടണം, അതുപോലെ അള്ളാഹു അനുമതി നൽകണം. മൂന്നാമത്തേത്, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതല്ലാ, അള്ളാഹു തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആർക്കാണോ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ നടക്കാൻ അള്ളാഹു അനുവദിക്കുകയുള്ളൂ. അപ്പൊ അത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ്, തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ്. അതിൽ നിന്ന് 2 ഷഫാഅത്താണ് ഒഴിവായിട്ടുള്ളത്. ഷഫാഅത്തിന് ധാരാളം ഇനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടവരായിരിക്കും, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ ഷഫാഅത്തുള്ളൂ എന്ന് പറയുമ്പോൾ 2 ഷഫാഅത്താണ് അതിൽ നിന്ന് ഒഴിവാകുന്നത്. ഒന്നാമത്തേത് അഷ്ശഫാഅത്തുൽ ഉൾമ, വലിയ ഷഫാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമകൾക്ക് മൊത്തത്തിൽ വേണ്ടി ചെയ്യുന്ന വലിയ ഷഫാഅത്ത്, അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്, കാഫിര്യങ്ങൾക്കും അത് ലഭിക്കും. മനസ്സിലായോ? അടിമകളെ എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയാൽ അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഷഫാഅത്തിൽ ആരും ഉൾപ്പെടും? കാഫിര്യങ്ങളും ഉൾപ്പെടും. അതല്ലെങ്കിൽ അടിസ്ഥാനം ഷഫാഅത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കാഫിര്യങ്ങൾക്ക് ഉൾപ്പെടും, അത് ഒഴിവാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് വേണ്ടി ചെയ്ത ഷഫാഅത്ത്. അബൂ താലിബ് കാഫിറാണ്, പക്ഷെ അബൂ താലിബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്ത കാരണത്താൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതും കാഫിറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവ് നൽകിയിരിക്കുന്ന ഷഫാഅത്താണ്. ഈ 2 സാഹചര്യം ഒഴികെ ബാക്കി എല്ലാ ഷഫാഅത്തുകളും മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും മാത്രമാണ്. ബാക്കി എല്ലാ ഷഫാഅത്തും മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും മാത്രമാണ്. അപ്പോൾ പ്രവാചകന്റെ മാത്രം ഖാസായിട്ടുള്ള ഷഫാഅത്തിൽ ഏറ്റവും വലുത് അഷ്ശഫാഅത്തുൽ ഉൾമ എന്ന് പറയുന്നതാണ്. അഷ്ശഫാഅത്തുൽ ഉൾമ അതേത് ഷഫാഅത്താണ്? ജനങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയാൽ അവരെ വിചാരണക്കെടുക്കണമെന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടും. ആ ഷഫാഅത്തിനാണ് എന്ത് പറയുന്നത്? അഷ്ശഫാഅത്തുൽ ഉൾമ എന്ന് പറയുന്നത്. ആ ഷഫാഅത്തിനാണ് അഷ്ശഫാഅത്തുൽ ഉൾമ എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ വന്ന ഹദീസ് നിങ്ങൾ എല്ലാവരും കേട്ടവരായിരിക്കും. ഞാൻ നേരത്തെ ലളിതമായത് സൂചിപ്പിച്ചിരുന്നു. എല്ലാവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയാൽ അവർക്ക് തൊട്ടുമുകളിൽ സൂര്യനെ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ എല്ലാവരും ആദം അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നിട്ട് ഷഫാഅത്ത് അള്ളാഹുവിനോട് താങ്കൾ ശുപാർശ ചെയ്യണമെന്ന് പറയും. ആദം അലൈഹിസ്സലാം ഒഴിഞ്ഞു മാറും. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തും. അങ്ങനെ പ്രവാചകൻ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅൻതലിഖു, ഞാൻ അങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകും. ഫആതി തഹ്തൽ അർശ്, അർശിന്റെ താഴെ ഞാൻ ചെല്ലും. ഫഅഖഉ സാജിദൻ ലിറബ്ബി, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യും. ثم يفتح الله علي ويلهمني من محامده وحسن الثناء عليه شيئا لم يفتحه لأحد قبلي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുകഴ്ത്താനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ثم قال, ശേഷം അല്ലാഹു പറയും, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇർഫഅ റഅസക്, നീ നിന്റെ തല ഉയർത്തുക. വസൽ തുഅത, മുഹമ്മദ് നിന്റെ ആവശ്യം നിനക്ക് ചോദിക്കാം, നിനക്ക് ഉത്തരം നൽകപ്പെടും. വശ്ഫഅ തുശഫഅ, നീ ഷഫാഅത്ത് നടത്തുക, നിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എങ്ങനെയാണ് ഈ ഷഫാഅത്തിന്റെ രൂപം ഉണ്ടാവുക? ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരായത്ത് കാണാം, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, അല്ലാഹു താങ്കൾക്ക് മഖാമുൻ മഹ്മൂദ് നൽകിയേക്കാം, അല്ലെങ്കിൽ നൽകും. എന്താണ് മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്നത്? ഈ ഷഫാഅത്തുൽ ഉൾമക്ക് പറയുന്ന പേരാണ്. ഷഫാഅത്തുൽ ഉൾമക്ക് പറയുന്ന പേരാണ്. നമ്മൾ ബാങ്കിന് ശേഷം ആതി മുഹമ്മദ് അൽ വസീല അൽ ഫളീല വബഅസ്ഹു മഖാമൻ മഹ്മൂദ എന്ന് പറയാറുണ്ട്. ഈ മഖാമൻ മഹ്മൂദ പ്രവാചകന് നൽകണം എന്ന് പറഞ്ഞാൽ ഈ ഷഫാഅത്തുൽ ഉൾമയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം.
എന്നാൽ ഈ ഷഫാഅത്തുൽ ഉൾമ നൽകുന്ന രൂപം എന്താണ്? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു മുജാഹിദിന്റെ തഫ്സീറിന്റെ പ്രത്യേകത പറഞ്ഞല്ലേ. മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞു ഇതിന്റെ രൂപം എന്താണെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ അല്ലാഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തും. അല്ലാഹു അർശിൽ അല്ലാഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തുകയും ശേഷം പ്രവാചകന്റെ ശുപാർശ സ്വീകരിക്കുകയും ആ ശുപാർശ നടക്കുകയും ചെയ്യുമെന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ല നൽകിയ തഫ്സീറിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞത് ഐ യുജ്ലിസുഹുല്ലാഹു അലാ അർശി, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ അല്ലാഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുത്തും. അതാണ് ഈ ആയത്തിന് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല വിശദീകരണം നൽകിയതായി ഇമാം ഖല്ലാൽ അദ്ദേഹത്തിന്റെ സുന്നയിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ധാരാളം സലഫുകളിൽ ധാരാളം പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സലഫുകളുടെ വാക്കുകൾ ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ ഇമാം ദഹബിയുടെ അദ്ദേഹത്തിന് അൽ അർശ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം ഇത് ധാരാളമായി ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ഇബ്നുൽ ഖയ്യിം ബദാഇഉൽ ഫവായിദിലും ഈ കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ഇസ്ഹാഖ് ഇബ്നു റാഹോയ, അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുമുല്ലാ തുടങ്ങിയ ഉലമാക്കളും ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അല്ലാഹുവിന്റെ കൂടെ അർശിൽ ഇരുത്തും, മറ്റൊന്ന് അശ്ശഫാഅത്തുൽ ഉൾമ നിർവഹിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അപ്പൊ ആ ഒരു മർതബ അൽ മഖാമുൽ മഹ്മൂദ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നാം ചോദിക്കുന്നത്. ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ മൻ ഖാല ഹീന യസ്മഉ നിദാ, ആരെങ്കിലും ബാങ്ക് കേൾക്കുമ്പോൾ പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഈ പരിപൂർണമായ ദഅവത്തിന്റെ റബ്ബായ അല്ലാഹുവേ, പരിപൂർണമായ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക്, ഈ ബാങ്കിന്റെ റബ്ബായ അല്ലാഹുവേ, വസ്സലാത്തുൽ ഖായിമ എന്നും നിലനിൽക്കുന്ന ഈ നിസ്കാരത്തിന്റെ റബ്ബായ അല്ലാഹുവേ, ആതി മുഹമ്മദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകണം അൽ വസീല, വസീല നീ നൽകണം. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോഴും ബാങ്കിന് ശേഷം പറയാറുള്ള പ്രാർത്ഥനയല്ലേ ഇത്? ഉറങ്ങുന്നവരോട് ചോദിക്കട്ടെ, എന്താണ് വസീല എന്ന് പറഞ്ഞാല്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ഒരിക്കൽ ചോദിച്ചു, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, സലുല്ലാഹ ലിയൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീല ചോദിക്കുക. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വസീല, പ്രവാചകൻ എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? ഖാല, അവിടുന്ന് പറഞ്ഞു, അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് വസീല എന്ന് പറയുന്നത്. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ്, സ്വർഗ്ഗത്തിൽ അതൊരു വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അർജു അൻ അകൂന അനഹു, ആ വ്യക്തി ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ സ്ഥാനത്തിനാണ് എന്ത് പറയുന്നത്? വസീല എന്ന് പറയുന്നത്. അബൂ സഈദ് അൽ ഖുദരിയുടെ ഹദീസിൽ കാണാം, അൽ വസീലതു ദറജത്തുൻ ഇൻദല്ലാഹി ലൈസ ഫൗഖഹ ദറജ, അല്ലാഹുവിങ്കൽ ഏറ്റവും ഉന്നതമായ ദറജയ്ക്കാണ് വസീല എന്ന് പറയുന്നത്. ശേഷം പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസലുല്ലാഹ അൻ യുഅ്തിയനിൽ വസീല, എനിക്ക് വസീല നൽകാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പാതി മുഹമ്മദൻ, നിങ്ങൾ മുഹമ്മദ് നബി അല്ലാഹുവെ താങ്കൾ, അല്ലെങ്കിൽ അല്ലാഹുവെ നീ പ്രവാചകന് നൽകണം അൽ വസീല, സ്വർഗ്ഗത്തിലെ ഈ ഉന്നതമായ സ്ഥാനം. വൽ ഫളീല, ഫളീല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സൃഷ്ടികളെക്കാളുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മർത്തബ അല്ലാഹുവെ നീ നൽകണം. വസീലയോട് സാമ്യമായ ഒരു അർത്ഥം തന്നെയാണ്. വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത, നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഖാമുൻ മഹ്മൂദ് നീ അല്ലാഹുവിന് പ്രവാചകന് നൽകുകയും വേണം. അതാണ് നാം ബാങ്കിന് ശേഷം പറയുന്ന ദുആഇന്റെ അർത്ഥം. മഖാമുൻ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അശ്ശഫാഅത്തുൽ ഉൾമ, മഹ്ശറിൽ നിന്ന് വിചാരണക്കെടുക്കാനുള്ള ഷഫാഅത്ത്. രണ്ടാമത്തേത് മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞത് അർശിൽ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു ഇരുത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ഷഫാഅതി യൗമൽ ഖിയാമ, നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവന് പരലോകത്ത് എന്റെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ശുപാർശകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് നമുക്കുണ്ടാകും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശുപാർശകനായി ഉണ്ടാകും. അതുപോലെ മുഅ്മിനീങ്ങളിൽ ചിലർക്കും ശുപാർശ ചെയ്യാനുള്ള അനുമതി അല്ലാഹു നൽകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർക്ക് പരലോകത്ത് ശുപാർശകരാകാൻ അല്ലാഹു അനുമതി നൽകുകയില്ല. ആരാണവർ? ആളുകളെ ശപിക്കുന്നവർ. ആളുകളെ ശപിക്കുന്നവർ. ചിലപ്പോഴൊക്കെ
അല്ലെങ്കിൽ ശാപം അധികരിപ്പിക്കുന്നവർ, ഇതാണ് ശരി, ശാപം അധികരിപ്പിക്കുന്നവർ, ആളുകളെ ശപിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും ഒരാളെ കണ്ടാൽ അയാൾക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുക, അങ്ങനെയുള്ള ആളുകൾക്ക് ശഫാഅത്തിന് അനുമതി ഉണ്ടാവുകയില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ലഅാനീന ലാ യകൂനൂന ശുഹദാഅ വലാ ശുഫഅഅ യൗമൽ ഖിയാമ. അധികമായി ശാപപ്രാർത്ഥന അല്ലെങ്കിൽ ശാപം നടത്തുന്നവർ, മറ്റുള്ളവർക്ക് മേൽ ശാപം നടത്തുന്നവർ, അവർ പരലോകത്ത് ശുപാർശകരായോ സാക്ഷികളായോ നിലനിൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ്. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, വൽ ഈമാനു, നമുക്ക് വിശ്വാസമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം, പലരുടെയും കണ്ണിൽ ഉറക്കുണ്ട്. വൽ ഈമാനു, നമുക്ക് ഈമാൻ ഉണ്ടാകണം. അന്നൽ മസീഹുദ് ദജ്ജാൽ ഖാരിജുൻ, വരിക തന്നെ ചെയ്യും. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. വൽ അഹാദീസുല്ലദീ ജാഅത് ഫീഹി വൽ ഈമാനു ബിഅന്ന ദാലിക കായിൻ, ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും വേണം. വഅന്ന ഈസ ഇബ്ന മറിയം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഈസ അലൈഹിസ്സലാം ഇറങ്ങുകയും ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ, നിന്നോളൂ, ഉറക്കു വരുന്ന പ്രശ്നമില്ല, നിൽക്കാം, ഉറക്കു വരുന്നവർക്ക് നിൽക്കാം. ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ, ലുദ് പ്രദേശത്ത് വെച്ച് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നുകളയുകയും ചെയ്യും. ദജ്ജാലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫിത്നയാണ്. ദജ്ജാലിൽ വിശ്വസിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ്. ആ ഫിത്ന ഏറ്റവും വലിയ ഫിത്നയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, അന്ത്യനാളിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെറിയ അടയാളങ്ങളുമുണ്ട്, വലിയ അടയാളങ്ങളുമുണ്ട്. വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളുമുണ്ട്. പ്രധാനമായും വലിയ അടയാളങ്ങൾ എത്രയാണ്? 10 അടയാളങ്ങൾ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ ആ ഹദീസിൽ വന്ന കാര്യങ്ങളൊക്കെ വലിയ അടയാളങ്ങളായിട്ടാണ് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹുദൈഫത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞു, കാന നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫീ ഗുർഫത്തിൻ വനഹ്നു അസ്ഫല മിൻ, ഞങ്ങൾ ഒരിക്കൽ ഒരു റൂമിലായിരുന്നു. നബി സല്ലല്ലാഹു പ്രവാചകൻ ഒരിക്കൽ ഒരു റൂമിലായിരുന്നു, ഞങ്ങൾ പ്രവാചകന്റെ താഴെയാണ്. ഫത്തലഅ ഇലൈന, പ്രവാചകൻ ഞങ്ങളിലേക്ക് എത്തി നോക്കി. ഫഖാല, ശേഷം നമ്മോട് പറഞ്ഞു, മാ തദ്കുറൂൻ, നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, അസ്സാഅ, പ്രവാചകനെ അന്ത്യനാളിനെ കുറിച്ചാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്സാഅത ലാ തകൂൻ ഹത്താ തകൂന 10 ആയാത്, 10 അടയാളങ്ങൾ നടപ്പിലാകുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഉലമാക്കൾ ഈ ഹദീസിൽ വന്നിരിക്കുന്ന 10 അടയാളങ്ങളെയും ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദുഖാൻ, പുക ഉയരും. അവസാന നാളിൽ എല്ലായിടത്തും പുക ഉയരും. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ ചർച്ച മാത്രം നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തേത് അദ്ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടും. മൂന്നാമത്തേത് ദാബത്തുൽ അർദ് പുറത്തു വരും. വയജൂജ് വമഅജൂജ്, യജൂജ് മഅജൂജ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി പുറത്തേക്ക് വരും. വതുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും. വനുസൂലു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. വസലാസതു ഖുസൂഫിൻ, 3 ഭൂകമ്പങ്ങൾ സംഭവിക്കും. ഖസ്ഫുൻ ബിൽ മശ്രിഖ്, ഒന്ന് കിഴക്ക് ഭാഗത്ത്, ഖസ്ഫുൻ ബിൽ മഗ്രിബ്, രണ്ടാമത്തേത് പടിഞ്ഞാറ് ഭാഗത്ത്, വഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ്, മൂന്നാമത്തേത് അറേബ്യൻ ഭൂഖണ്ഡത്തിൽ. വആഖിറു ദാലിക്, 10ാമത്തെ അടയാളം, നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദു الناس ഇലാ മഹ്ശരിഹിം, ജനങ്ങളെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീ യമൻ ഭാഗത്ത് നിന്ന് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 10 കാര്യങ്ങൾ അത് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളാണ്. ഇവിടെ ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കാണെങ്കിലും ഏറ്റവും വലിയ ഫിത്നയായി മുൻകഴിഞ്ഞ പ്രവാചകന്മാരും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിരിക്കുന്ന ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത്. സഫാരിനി റഹിമഹുല്ലാഹ് ലവാമിഉൽ അൻവാരിൽ ബഹിയയിൽ പറഞ്ഞു, മിമ്മാ യൻബഗി ലികുല്ലി ആലിമിൻ അൻ യബുസ അഹാദീസ് അദ്ദജ്ജാൽ ബൈനൽ ഔലാദി വന്നിസാഇ വൽറിജാൽ, നമ്മുടെ ഓരോരോ പണ്ഡിതന്മാരുടെ മേലുള്ള ബാധ്യതയാണ് അവരുടെ സ്ത്രീകൾക്കിടയിലും മക്കൾക്കിടയിലും പുരുഷന്മാർക്കിടയിലും ഒക്കെ ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകൾ പറയുക എന്നുള്ളത്.
കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു വൻദറസത് ഫീഹി മആലിമുസ് സുനൻ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വിസ്മരിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ദജ്ജാലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നാം പറയണമെന്ന് സഫാരിനി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഫിത്നയാണ്. ഏറ്റവും വലിയ ഫിത്ന അത് ദജ്ജാലിന്റെ ഫിത്നയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ദജ്ജാലിനേക്കാളും വലിയൊരു സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പലരും വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ ഉദ്ദേശം ഏറ്റവും വലിയ ഫിത്ന അവന്റെ ഫിത്നയായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതിനെ കുറിച്ച് അബ്ദുല്ലാഹി ബിൻ ഉമർ പറയുന്നു, ഖാമ റസൂലുള്ളാഹി അലൈഹി സലാം ഫിന്നാസ്, ഒരു ദിവസം പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു, ഫഅസ്ന അലല്ലാഹി ബിമാ ഹുവ അഹ്ലു, ശേഷം അല്ലാഹുവിനെ പുകഴ്ത്തി, ثم ذكر الدجال, പിന്നെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഉൻദിറുകുമു, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ശേഷം പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറഹു ഖൗമ, ഏതൊരു പ്രവാചകൻ മുൻകഴിഞ്ഞ സമൂഹത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലഖദ് അൻദറഹു നൂഹുൻ ഖൗമ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരെ അദ്ദേഹത്തിന്റെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ദജ്ജാലിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുതവാത്തിറാണ്. ഇമാം കത്താനി, ഹാഫിദ് ഇബ്നു കസീർ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഇനി ദജ്ജാലിന്റെ പേരുകൾ ഹദീസിൽ വന്നതനുസരിച്ച് ചില പേരുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് 4 പേരുകളാണ്, പ്രധാനമായും 4 പേരുകളാണ്. ഒന്നാമത്തേത് അൽ മസീഹുദ് ദജ്ജാൽ. ഒന്നാമത്തേത് സഹീഹ് മുസ്ലിമിലൊക്കെ വന്നതുപോലെ അൽ മസീഹുദ് ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. ഇതാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തേത് മസീഹുൽ വലാല. ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വിശേഷണമാണ് അല്ലെങ്കിൽ പേരാണ് മസീഹുൽ വലാല. പ്രവാചകൻ പറഞ്ഞതായി ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ളയുടെ ഹദീസിൽ, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ, മസീഹുൽ വലാലതി യഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖ്, കിഴക്ക് ഭാഗത്ത് നിന്നാണ് അഥവാ മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് മസീഹുൽ വലാല വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച പേര് അൽ അഅ്വറുദ് ദജ്ജാൽ. അൽ അഅ്വറുദ് ദജ്ജാൽ പ്രവാചകൻ പറഞ്ഞു ഇബ്നു ഹിബ്ബാന്റെ റിവായത്തിൽ, യഖ്റുജുൽ അഅ്വറുദ് ദജ്ജാൽ ഫീ സമാൻ ഇഖ്തിലാഫിൻ മിനൻ നാസി വഫുർഖ, ജനങ്ങൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാകുമ്പോഴാണ് അൽ അഅ്വർ, അഅ്വർ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർക്കാണ് പറയുക, അൽ അഅ്വറുദ് ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിവായത്തിൽ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച റിവായത്തിൽ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ് അൽ അഅ്വറുൽ കദ്ദാബ്, കളവ് പറയുന്ന കണ്ണ് കാണാത്തവൻ. അൽ അഅ്വർ അൽ കദ്ദാബ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. തയ്യിബ്, ഇവിടെ നമ്മൾ പൊതുവെ കേട്ട് പരിചയമുള്ള പേര് മസീഹ എന്നാണ്, മസീഹുദ് ദജ്ജാൽ. എന്തുകൊണ്ടാണ് മസീഹ എന്ന പേര് വന്നത്? 2 കാരണങ്ങളാണ്. മസഹ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടയ്ക്കുക എന്നതിനാണ് അറബിയിൽ പൊതുവെ മസഹ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഇത് ബോർഡ് മായ്ക്കുന്നത് മസാഹ എന്നൊക്കെ പറയും. അപ്പൊ തുടയ്ക്കുക, മായ്ച്ചു കളയുക എന്നതിനാണ് മസഹ എന്ന് പറയുക. ഇപ്പൊ ദജ്ജാലിന്റെ മസീഹ എന്ന് പേര് വന്നതിനുള്ള ഒരു കാരണം ലിമസ്ഹിഹിൽ അർദ്, അവൻ ഭൂമിയിൽ ഒന്നടങ്കം തുടക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒന്നടങ്കം അവൻ സഞ്ചരിക്കും, എല്ലാ ഭൂമിയിലേക്കും അവൻ എത്തും, ലോകത്തെല്ലായിടത്തേക്കും ദജ്ജാൽ എത്തിപ്പെടും. അതാണ് അവൻ ആ പേര് വരാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം മംസൂഹ് അൽ ഐനുൽ വാഹിദ, അവന്റെ ഒരു കണ്ണ് തുടക്കപ്പെട്ട നിലയിലാണ്, ഒരു കണ്ണിന് കാഴ്ചയില്ല, അത് തുടക്കപ്പെട്ട നിലയിലാണ്. അതുകൊണ്ടാണ് അതിന് മസീഹ് എന്ന പേര് വന്നത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. ഇപ്പൊ 2 കാരണം, ഒന്നുകിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് കാരണത്താൽ, അതല്ലെങ്കിൽ അവന്റെ കണ്ണ് തുടക്കപ്പെട്ടതാണ്. മറ്റൊരു വിഷയം, ദജ്ജാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കദ്ദാബ്, ധാരാളമായി കളവ് പറയുന്നവർ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ, അവർക്കാണ് എന്ത് പറയുക? ദജ്ജാല് എന്ന് പറയുക. അതിന്ന് അറബി ഭാഷയിലും നമ്മൾ ഉപയോഗിച്ചാൽ അതാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് യഥാർത്ഥ ദജ്ജാല് വരുന്നതിന് മുമ്പ് ധാരാളം ദജ്ജാലുകൾ വരും. അവർ നിങ്ങൾക്ക് ആർക്കും കേട്ട് പരിചയമില്ലാത്ത, നിങ്ങളുടെ മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത വാദങ്ങളുമായി നിങ്ങളെ സമീപിക്കും.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ധാരാളമായി കളവുകൾ പറയുന്ന വ്യക്തികൾ. തയ്യിബ്, നാം ഈ വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ അഖീദ അനുസരിച്ചുള്ള ദജ്ജാൽ, ഈ ദജ്ജാലിന്റെ സിഫത്ത് എന്താണ്? ഹദീസുകളിൽ വന്നിരിക്കുന്ന സിഫത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ദജ്ജാലിനെ നമുക്ക് വിശേഷിപ്പിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ദജ്ജാൽ ഉണ്ടാവുക? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറഞ്ഞു, വസഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാല വസ്ഫൻ ലം യബ്ഖ മഅഹു ലിദി ലുബ്ബിൻ ഇഷ്കാൽ. ബുദ്ധിയുള്ള ഒരാൾക്കും സംശയത്തിന് ബാക്കി വരാത്ത നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ആ വിശേഷണങ്ങൾ? ഒന്നാമത്തേത്, സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദാ ഫീഹി അഅ്ളമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തു ഖൽഖ. വളരെ വലിയ ശരീരമുള്ളവനായിരിക്കും ദജ്ജാൽ. വളരെ വലുതായിരിക്കും. നിങ്ങൾക്കറിയാം, സൃഷ്ടിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ സൃഷ്ടികളുടെ നീളം വലുപ്പം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആദം അലൈഹി സ്വലാമിന്റെ കാലം മുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അത്ര വലുതല്ല, അഥവാ ആളുകളുടെ നീളത്തിൽ. ഉമ്മത്ത് ധാരാളമുണ്ട്, പക്ഷെ ആളുകളുടെ നീളത്തിൽ അത്ര വലുതല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദജ്ജാൽ അത്രയും വലിയ ശരീരമുള്ളവനാണ്. ഇവിടെ ഒരു കാര്യം അതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരിൽ നിന്ന് ഉദ്ധരിച്ചതാണ്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. പൊതുവെ ഒരു കടങ്കഥ പോലെ ചോദിക്കാറുണ്ട്, പ്രവാചകൻ മറ്റുള്ളവരിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് എന്താണ് എന്നുള്ളത്. എല്ലാ ഹദീസുകളും എങ്ങനെയുണ്ടാവുക? സഹാബി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കും, അല്ലേ? എന്നാൽ ദജ്ജാലിന്റെ ഹദീസ് പ്രവാചകൻ തമീമുദ്ദാരിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അതെങ്ങനെയാ? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂടെ ചില ആളുകളും കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്രയിൽ അവരുടെ കപ്പൽ ശക്തമായ കാറ്റിലും മറ്റും പെട്ട് ഒരു ദ്വീപിലേക്ക് കപ്പൽ ചെന്നടിഞ്ഞു. അങ്ങനെ അവർ ആ ദ്വീപിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ധാരാളം രോമങ്ങളും മറ്റുമുള്ള ഒരാളെ കണ്ടു. അങ്ങനെ അവരോട് സംസാരിച്ചു. അതാണ് ജസ്സാസ എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അവരകത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടു. അതാണ് ആര്? ദജ്ജാൽ. അങ്ങനെ ദജ്ജാലുമായി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സംഭാഷണം നടത്തി, ചില സംസാരങ്ങൾ നടന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയും ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ട വിവരം, കാരണം ദജ്ജാൽ പ്രവാചകനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു, കണ്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാർത്ത കേൾക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്തു. വഹീന്റെ അടിസ്ഥാനത്തിൽ അത് സത്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദജ്ജാലിന്റെ ഹദീസ് തമീമുദ്ദാരിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചതാണ്. ആ ഹദീസിൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈദാ ഫീഹി അഅ്ളമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തു ഖൽഖ. പ്രവാചകരെ, ആ ദ്വീപിലേക്ക് നാം കയറിയപ്പോൾ നാം ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വലുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. ദജ്ജാലിന്റെ വസ്ഫ് ശറഇൽ വന്നത് വളരെ വലിയ ശരീരമായിരിക്കും. രണ്ടാമത്തേത്, അവന്റെ നിറം ചുവന്ന നിറമായിരിക്കും. ദജ്ജാലിന്റെ നിറം ചുവന്ന നിറമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഈ തമീമുദ്ദാരിയുടെ ഹദീസിൽ കാണാം, അല്ലെങ്കിൽ മറ്റു ചില ഹദീസുകളിൽ വന്നതുപോലെ, ഫൈദാ റജുലുൻ അഹ്മറു ജസീം, ചുവന്ന നിറത്തിലുള്ള വലിയ മനുഷ്യനാണ് ദജ്ജാൽ. മൂന്നാമത്തെ വിശേഷണമായി വന്നത്, അവന് ഒരു കണ്ണ് മാത്രമാണ് കാണാൻ സാധിക്കുക. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്, ഒരു കണ്ണാണ് അവന് കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മസീഹ ദജ്ജാൽ അഅ്വറുൽ ഐനിൽ യുംന. വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് ദജ്ജാൽ. വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് ദജ്ജാൽ. എന്നാൽ അവന് കാണാൻ സാധിക്കുന്ന കണ്ണ്, അതിന്റെ വിശേഷണം എന്താണ്? ആ കണ്ണ് ചില ഹദീസുകളിൽ വന്നതുപോലെ കാന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ. നമ്മളൊരു മുന്തിരി, നിങ്ങളൊരു കറുത്ത മുന്തിരിയോ മറ്റോ എടുത്ത് നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ആ മുന്തിരി മാത്രം പുറത്തേക്ക് വന്ന് തോല് വേറെ നിൽക്കുമല്ലോ, മനസ്സിലായ രൂപം. അപ്പൊ അതുപോലെ ഒരു കണ്ണിന്റെ ഭാഗം പുറത്തേക്ക് തള്ളിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു കണ്ണ്, കാണാൻ പറ്റുന്ന ഒരു കണ്ണ് പുറത്തേക്ക് തള്ളിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. നുഐമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അല്ലാമിഇൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, കിലാ ഐനൈ ദജ്ജാൽ മഈബ. ദജ്ജാലിന്റെ രണ്ട് കണ്ണുകളും ന്യൂനതയുള്ളതാണ്. ഇഹ്ദാഹ ബിദഹാബിഹ, ഒന്നാമത്തെ കണ്ണിന്റെ കാഴ്ചയില്ല, അത് ന്യൂനതയാണ്. വൽ ഉഖ്റ, രണ്ടാമത്തെ കാണുന്ന കണ്ണ് ബിനുതൂഇഹ വഐബിഹ, അതിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ രണ്ട് കണ്ണിനും ന്യൂനതയുള്ളവനായിരിക്കും ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ച് നുഐമി പറയുന്നതായി കാണാം.
നാലാമത്തെ വിശേഷണം, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന കണ്ണ് അതിന്റെ മുകളിൽ കട്ടിയുള്ള ഒരു തോൽ കഷ്ണമുണ്ടാകും. കട്ടിയുള്ള ഒരു തോലിന്റെ ഒരു കഷ്ണമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദജ്ജാല മംസൂഹുൽ ഐൻ, ദജ്ജാലിന്റെ കണ്ണ് തടവപ്പെട്ട നിലയിലാണ്. അലൈഹാ വഫറത്തുൻ ഗലീള, അതിന്റെ മേൽ നമ്മുടെ തോലുണ്ടല്ലോ, സാധാ തോൽ, ശരീരത്തിലുള്ള തോൽ, അത് കട്ടിയുള്ള ഒരു തോൽ അവിടെ തൂങ്ങി നിന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ രൂപത്തിൽ അവന്റെ കണ്ണിന്മേൽ തൂങ്ങി നിൽക്കുന്നുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആകെ കാണാൻ വികൃതമായ ഒരു രൂപമായിരിക്കും. അതുപോലെ തന്നെ അവന്റെ വിഷയത്തിൽ വന്ന സിഫത്താണ് മക്തൂബുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദജ്ജാലു മംസൂഹുൽ ഐൻ, ദജ്ജാൽ കണ്ണ് തടവപ്പെട്ടവനാണ്. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം പ്രവാചകൻ സുമ്മ തഹജ്ജാഹ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കഫറ, അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക. കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും. കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും. യഖറഉഹു കുല്ലു മുസ്ലിം, അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ വ്യക്തമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആറാമത്തെ വിശേഷണം, ദജ്ജാലിന്റെ വിശേഷണം, വളരെയധികം മുടിയുണ്ടാകും ദജ്ജാലിന് വളരെ വലിയ മുടിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹീഹ് മുസ്ലിമിൽ, അദ്ദജ്ജാലു അഅ്വറുൽ ഐൻ, ദജ്ജാല് വലത് കണ്ണ് കാണാത്തവനാണ്, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനാണ്. ജുഫാലുശ് ശഅർ, വലിയ മുടി, നീണ്ട മുടിയുള്ളവനായിരിക്കും ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. ഇപ്പൊ ദജ്ജാൽ എന്ന് പറയുന്നത് സഹോദരങ്ങളെ വലിയ ഫിത്നയാണ്, ഈ ഉമ്മത്തിന് സംഭവിക്കാനിരിക്കുന്ന വലിയ ഫിത്നയാണ്. ഖാദി ഇയാൽ റഹിമഹുല്ലാഹ് ഇക്മാലുൽ മുഅല്ലിമിൽ ഈ വിഷയം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹുവ ശഖ്സുൻ മുഅയ്യൻ, അതൊരു വ്യക്തിയാണ്. അഖ്ദറഹുല്ലാഹു അലാ അഷിയാ, അവന് അല്ലാഹു ധാരാളം കഴിവുകൾ നൽകി. എന്തൊക്കെയാണ് അവനുള്ള കഴിവ്? മിൻ ഇഹ്യാഇൽ മയ്യിത്തി അല്ലദീ യഖ്തുലു, അവൻ ആരെയെങ്കിലും കൊന്നുകളഞ്ഞാൽ അവരെ പിന്നീട് ജീവിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകി. അതുപോലെ തന്നെ വജന്നതിഹി വനാരി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്വർഗവും നരകവും നൽകി, അവന്റേതായ സ്വർഗവും നരകവും നൽകി. അതുപോലെ തന്നെ വനഹറൈഹി, അവന്റെ കൂടെ രണ്ട് നദികൾ ഉണ്ടാകും. അതുപോലെ വൈദ അമറ അസ്സമാഅ ബിഅൻ തുംതിർ വഅംരിഹി അസ്സമാഅ ബിഅൻ തുംതിർ വൽ അർദ് ബിഅൻ തുംബിത്, ആകാശത്തോട് മഴ വർഷിപ്പിക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുമ്പോൾ അത് മഴ വർഷിപ്പിക്കും. ഭൂമിയോട് സസ്യങ്ങളെ മുളപ്പിക്കാൻ വേണ്ടി ദജ്ജാൽ ആവശ്യപ്പെട്ടാൽ അത് മുളപ്പിക്കും. സുമ്മ യുഅ്ജിസുഹു അല്ലാഹു ബഅദ ദാലിക്, ഇങ്ങനെ ദജ്ജാലിന് ഈ കഴിവുകളൊക്കെ അല്ലാഹു നൽകുകയും ഫിത്നയുടെ കാഫിരീങ്ങളും മറ്റും മുനാഫിഖീങ്ങളൊക്കെ അവന്റെ പിന്നാലെ പോയതിനു ശേഷം സുമ്മ യുഅ്ജിസുഹു അല്ലാഹു ബഅദ ദാലിക്, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിവുകളൊക്കെ അവനിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് ഖാദി ഇയാൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി അദ്ദേഹത്തിന് ഇക്മാലുൽ മുഅല്ലിമിൽ കാണാം. അതുപോലെ തന്നെ ദജ്ജാലിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്ന കാര്യമാണ്, ദജ്ജാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ. ഇത് ഇന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ശാസ്ത്രം ഇത്രയും പുരോഗമനത്തിലെത്തിയിട്ടും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു എന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ദജ്ജാലിന്റെ സ്ഥലം കണ്ടെത്താത്തത് എന്നീ ചോദ്യങ്ങൾക്ക് പിന്നെ പ്രസക്തിയില്ല. ദജ്ജാൽ ജീവിച്ചിരിക്കുന്നു എന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടാൽ നേരത്തെ നാം പറഞ്ഞതുപോലെ വലാ തുദ്റബു ലഹൽ അംസാൽ, പിന്നെ വിയോജിപ്പുകൾ നമുക്ക് പറയാൻ അവകാശമില്ല. കാരണം ദജ്ജാൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ശാസ്ത്രം എന്ത് പറഞ്ഞാലും, എത്ര തന്നെ പുരോഗമനത്തിലെത്തി എന്ന് പറഞ്ഞാലും, പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ സമിഅന വ അതഅന, കേൾക്കുക, അനുസരിക്കുക. ഇപ്പൊ ദജ്ജാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എവിടെയാണ് ദജ്ജാൽ ഉള്ളത്? കടലിലെ ഏതോ ഒരു ദ്വീപിലാണ്. കാരണം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 30 ആളുകളുടെ കൂടെ ഒരു യാത്രക്കിടയിലാണ് അദ്ദേഹത്തിന്റെ കടൽ ശക്തമായ തിരമാലയിൽ പെടുകയും പിന്നീട് അവർ ഒരു ദ്വീപിലേക്ക് കപ്പലടുപ്പിച്ചപ്പോൾ അവിടെ വെച്ച് ദജ്ജാലിനെ കാണുകയും ചെയ്തത്. അതുപോലെ തന്നെ ദജ്ജാലിന്റെ വിഷയത്തിൽ വന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതാണ്, അവൻ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണുള്ളത്. എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത്? അവന്റെ രണ്ട് കൈകളും അവന്റെ കഴുത്തിനോട് ചേർന്ന് ബന്ധിപ്പിച്ച നിലയിലാണുള്ളത്. രണ്ട് കൈകളും അവന്റെ കഴുത്തുകളോട് ചേർത്ത് വെച്ച് ചങ്ങലയിൽ ബന്ധിപ്പിച്ച നിലയിലാണ് അവനുള്ളത്. അതുപോലെ തന്നെ അവന്റെ കാൽമുട്ട് മുതൽ കാൽ താഴ്ഭാഗം വരെയും ചങ്ങലകളിൽ ബന്ധിച്ച നിലയിലാണുള്ളത് എന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാം.
അതുപോലെ തന്നെ ഹദീസുകളിൽ വന്ന വിഷയമാണ് ദജ്ജാൽ വരുന്നതിന് ചില അടയാളങ്ങളുണ്ട്. ചില അടയാളങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ബൈസാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈന്തപ്പന തടികൾ, ഈന്തപ്പന മരങ്ങൾ, അതിലുള്ള ഖനികൾ, അതിലുള്ള കായകൾ അതുണ്ടാകുന്നത് കുറയും. അത് ഫലങ്ങൾ പുറത്ത് വിടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ബൈസാൻ എന്ന് പറയുന്നത് ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ വിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബൈസാൻ എന്ന് പറയുന്ന പ്രദേശം. അവിടെയുള്ള ഈന്തപ്പനകളിൽ ഫലങ്ങളില്ലാത്ത, കായ്കളില്ലാത്ത ഒരു കാലം വരുമെന്ന്, കാലങ്ങൾ വന്നാൽ അത് ദജ്ജാൽ വരാനുള്ള അടയാളമാണ്. എന്താണ് അതിന്റെ തെളിവ്? തമീമുദ്ദാരിയുമായി ദജ്ജാൽ നടത്തിയ സംഭാഷണത്തിൽ ദജ്ജാൽ ചോദിച്ചു, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ, ബൈസാനിലുള്ള ഈന്തപ്പനകളെ കുറിച്ച് പറഞ്ഞു തരണം. ഖുൽന, തമീമുദ്ദാരിയും കൂടെയുള്ളവരും ചോദിച്ചു, അൻ അയ്യി ശഅനിഹാ തസ്തഖ്ബിർ, എന്തിനെ കുറിച്ചാണ് നിനക്ക് അറിയേണ്ടത്? ഖാല, ദജ്ജാൽ പറഞ്ഞു, അസ്അലുകും അൻ നഖ്ലിഹാ വഹൽ യുസ്മിർ, ദജ്ജാൽ ചോദിച്ചു, അവിടെയുള്ള ഈന്തപ്പനകളിൽ കായകൾ ഉണ്ടാകുന്നുണ്ടോ, ഈത്തപ്പഴം ഉണ്ടാകുന്നുണ്ടോ? ഖുൽനാ ലഹു, നമ്മൾ പറഞ്ഞു, നഅം, അത് ഉണ്ടാകുന്നുണ്ട്. ഖാല, ദജ്ജാൽ പറഞ്ഞു, അമാ ഇന്നഹു യൂഷികു ബി അല്ലാ തുസ്മിർ, അത് കായ്കൾ തരാതിരിക്കുന്ന കാലം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ദജ്ജാൽ പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അപ്പൊ അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത് തബരിയ എന്ന പേരുള്ള തടാകം, അതിലെ വെള്ളം വറ്റും. തബരിയ എന്ന് പറയുന്ന തടാകം, അതിലെ വെള്ളം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതും ഫലസ്തീനിന്റെ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് 150 കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ദജ്ജാൽ തമീമുദ്ദാരിയോട് ചോദിച്ച സംഭവത്തിൽ കാണാം, അഖ്ബിറൂനി അൻ ബുഹൈറത്തി തബരിയ, തബരിയ ആ തടാകത്തെ കുറിച്ച് പറഞ്ഞു തരിക. സഹാബികൾ ചോദിച്ചു, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്, നിനക്കറിയേണ്ടത്? അവർ പറഞ്ഞു, ഹൽ ഫീഹാ മാ, ദജ്ജാൽ ചോദിച്ചു, അതിൽ വെള്ളമുണ്ടോ? ഖാലു, അദ്ദേഹം പറഞ്ഞു, തമീമുദ്ദാരി പറഞ്ഞു, ഹിയ കസീറത്തുൽ മാ, അതിൽ ധാരാളം വെള്ളമുണ്ട്. ഖാല, ദജ്ജാൽ പറഞ്ഞു, അമാ ഇന്ന മാഅഹ യൂഷികു അൻ യദ്ഹബ്, അതിലെ വെള്ളം വറ്റാൻ അടുത്തിരിക്കുന്നു എന്ന് ദജ്ജാൽ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ അതിലെ വെള്ളം വളരെ കുറഞ്ഞിരിക്കുകയാണ്. സഹാബി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ഹിയ കസീറത്തുൽ മാ, ധാരാളം വെള്ളമുണ്ട് എന്നാണ്. പക്ഷെ ഇന്ന് ചരിത്രകാരന്മാർ പലരും പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ചരിത്രവുമായി ശ്രദ്ധയുള്ള ചില ഉലമാക്കളും മറ്റും ഈ വിഷയം ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, തബരിയ തടാകത്തിലെ വെള്ളം ഇന്ന് വളരെ കുറവാണ്. മൂന്നാമത്തേത്, സുഗർ എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് ആളുകൾ വെള്ളം ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുകയും ചെയ്യാറുണ്ട്. സുഗർ എന്ന് പറയുന്ന തടാകത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കൃഷി ചെയ്യാറുണ്ട്. എവിടെയാണ് ഈ സുഗർ എന്ന് പറയുന്ന ഈ തടാകം? ജോർദാനിലാണ്. ജോർദാനിലെ ഡെഡ് സീക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ വിട്ടു നിൽക്കുന്ന സ്ഥലമാണ് ഈ സുഗർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഈ ഒരു അരുവി. ദജ്ജാൽ തമീമുദ്ദാരിയോടും കൂടെയുള്ളവരോടും അതിനെക്കുറിച്ച് ചോദിച്ചു. അവർ ചോദിച്ചു, അൻ അയ്യി ശഅനിഹാ തസ്തഖ്ബിർ, നിനക്ക് എന്താണ് അറിയേണ്ടത്? ഖാല, അവർ പറഞ്ഞു, ഹൽ ഫിൽ ഐനി മാ, ആ തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ? വഹൽ യസ്റഉ അഹ്ലുഹാ ബിമാഇൽ ഐൻ, ആ തടാകത്തിലെ വെള്ളം കൊണ്ടാണോ ഇന്ന് ആ ജനങ്ങൾ കൃഷി നടത്തുന്നത്? ഖുൽനാ ലഹു, അവർ പറഞ്ഞു, നഅം, സഹാബികൾ പറഞ്ഞു, അതെ, ഹിയ കസീറത്തുൽ മാ വ അഹ്ലുഹാ യസ്റഊന മിൻ മാഇ, അതിലെ വെള്ളമെടുത്താണ് കൃഷികൾ നടത്തുന്നത്. ഇത് സഹാബികൾ മറുപടി പറഞ്ഞു. ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെയധികം വെള്ളമുണ്ടായിരുന്നു, ആളുകൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ വെള്ളം കുറഞ്ഞു, ആളുകൾ കൃഷിക്ക് ഉപയോഗിക്കാത്ത അവസ്ഥയാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നിലവിലുള്ള അതിന്റെ സാഹചര്യം. ഇനി എങ്ങനെയാണ് ദജ്ജാൽ പുറത്തേക്ക് പുറപ്പെടുക? അതിനുള്ളൊരു സബബ് എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും ഒരു സബബ് ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യഖ്റുജു മിൻ ഗളബത്തിൻ യഗ്ളബുഹ, ദജ്ജാലിന് കോപമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവുകയും കോപിച്ച് അതിന് പിന്നിലായാണ് ദജ്ജാൽ പുറത്തേക്ക് വരികയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇനി ദജ്ജാൽ പുറത്തേക്ക് വരിക? മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഖിബലിൽ മശ്രിഖ്, മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിലുണ്ട്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. ഇറാനും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കിഴക്ക് ഭാഗമാണ്. എന്നാൽ വേറെ ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദജ്ജാല യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖ്, ദജ്ജാൽ കിഴക്ക് ഭാഗത്ത് നിന്നാണ് വരിക. എവിടെ നിന്നാണ് വരിക? യുഖാലു ലഹാ ഖുറാസാൻ, ആ നാടിന്റെ പേര് ഖുറാസാൻ എന്നായിരിക്കും. ആ നാടിന്റെ പേര്
ഖുറാസാൻ എന്നായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ദജ്ജാൽ ഖുറാസാനിന്റെ ഭാഗം, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ ഇറാൻ, അഫ്ഗാനിസ്ഥാനിലെ നല്ലൊരു ഭാഗം, തുർക്കുമാനിസ്ഥാനിലെ നല്ലൊരു ഭാഗം, അതിനാണ് ഖുറാസാൻ എന്ന് പണ്ട് പറയാറുള്ളത്. ഇപ്പൊ ഖുറാസാനിൽ നിന്നാണ് ദജ്ജാൽ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തയ്യിബ്, ദജ്ജാൽ വരുമ്പോൾ ആരാണ് കൂടെ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ 70,000 അലൈഹിമു തയാലിസ. ദജ്ജാലിനെ അസ്ബഹാനിൽ നിന്നുള്ള 70,000 ജൂതന്മാർ പിൻപറ്റും. എവിടെയാണ് ഈ അസ്ബഹാൻ? ഇറാനിലെ തലസ്ഥാനമായ തഹ്റാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 450 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് അസ്ബഹാൻ. ഇറാനിലെ തലസ്ഥാനമായ തഹ്റാനിൽ നിന്ന് 450 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് നിന്ന് 70,000-ഓളം വരുന്ന ജൂതന്മാർ ദജ്ജാലിനെ പിന്തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശേഷം പറഞ്ഞു, അലൈഹിം അത്തയാലിസ, അവരുടെ മേൽ എന്തുണ്ടാകും? തയാലിസ ഉണ്ടാകും. അവരുടെ മേൽ തയാലിസ ഉണ്ടാകും. തയാലിസ എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ, ഇന്ന് ചില ഷിയാക്കളൊക്കെ ധരിക്കുന്ന ഒരുതരം തട്ടമുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അലി അൽ ഖാമിനിയും മറ്റൊക്കെ ധരിച്ച് കാണുന്ന ഒരു തട്ടമുണ്ട്. അതിനാണ് അറബിയിൽ തയാലിസ എന്ന് പറയുന്നത്. അതിനാണ് അറബിയിൽ തയാലിസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ എന്ത് പറഞ്ഞത്? ഈ ഷിയാക്കൾ അവർ യഥാർത്ഥത്തിൽ ജൂതന്മാരാണ് എന്ന് ചില ഉലമാക്കൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന ചില കാര്യങ്ങളാണ്. ദജ്ജാൽ ഖുറാസാനിന്റെ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുക എന്നുള്ളത്. ദജ്ജാൽ ഖുറാസാനിന്റെ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുക. പുറപ്പെട്ടു വരുമ്പോൾ ദജ്ജാലിനെ പിൻപറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ബഹാനിൽ നിന്നുള്ള 70,000 ജൂതന്മാരായിരിക്കും. അസ്ബഹാനിൽ നിന്നുള്ള 70,000 ജൂതന്മാരായിരിക്കും. അലൈഹിം അത്തയാലിസ, അവരുടെ മേൽ തയാലിസ ഉണ്ടാകും. പൊതുവെ ഉലമാക്കൾ തയാലിസയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായി കാണാം, ജൂതന്മാർ അവരുടെ തലയും അതുപോലെ തന്നെ തോളും മറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. പക്ഷേ ഇന്ന് അവർ അത് ധരിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യക്തിപരമായ ജഹാലത്തായിരിക്കും. പക്ഷേ ഷിയാക്കൾ അത് വ്യാപകമായി ധരിക്കുന്നുണ്ട്. ഷിയാക്കളുടെ പല നേതാക്കന്മാരും വ്യാപകമായി അത് ധരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ദജ്ജാലിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തിൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖ്, ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് ദജ്ജാൽ പുറപ്പെടും. ഹിമ്മതുഹുൽ മദീന, ദജ്ജാലിന്റെ ലക്ഷ്യം എന്താണ്? മദീന ലക്ഷ്യമാണ്. മദീനയിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കണം. ഹത്താ യൻസില ദുബുറ ഉഹദിൻ, അങ്ങനെ ദജ്ജാൽ ഉഹദ് മലയുടെ അരികിലേക്ക് എത്തും. ثم تصرف الملائكة وجهه قبل الشام, പക്ഷേ മലക്കുകൾ ദജ്ജാലിനെ ഷാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. വഹുനാക യഹ്ലിക്, അവിടെയാണ് ദജ്ജാൽ നശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ദജ്ജാൽ
ഇറാനിന്റെ ഭാഗം അല്ലെങ്കിൽ ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് വരികയും മദീന ലക്ഷ്യമാക്കി വരികയും ചെയ്യും. പക്ഷേ മലക്കുകൾ മദീനയിൽ കയറാൻ സമ്മതിക്കാതെ അവിടുന്ന് തിരിച്ചുവിടും. പിന്നെ എവിടേക്കാണ് പോവുക? ഷാമിന്റെ ഭാഗം. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ജോർദാൻ, ഫലസ്തീൻ, ലുബ്നാൻ. ഈ രാജ്യങ്ങൾക്കാണ് പഴയകാലം ഷാം എന്ന് പറയുന്നത്. പഴയകാലം ഷാം എന്ന് പറയും. ധാരാളം ഫളായിലുകൾ സ്ഥിരപ്പെട്ട നാടുകളാണ് ഇതൊക്കെ. അപ്പൊ ഈ നാട്ടിലേക്ക് ദജ്ജാലിനെ മലക്കുകൾ തിരിച്ചുവിടും. അങ്ങനെ ദജ്ജാൽ ഷാമിലേക്ക് വരും. അതുപോലെ തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ദജ്ജാലിന്റെ വേഗതയെക്കുറിച്ച്. ദജ്ജാലിന്റെ വേഗതയെക്കുറിച്ച് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമാ ഇസ്റാഉഹു യാ റസൂലല്ലാഹ്, പ്രവാചകരെ ദജ്ജാലിന്റെ വേഗത എങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, കൽ ഗൈഥി ഇസ്തദ്ബറത്ഹു റീഹ്, ശക്തമായ കാറ്റടിച്ചു വീശുമ്പോൾ മഴ പെയ്യുന്നത് പോലെ അത്രയും വേഗതയിലായിരിക്കും ദജ്ജാലിന്റെ സഞ്ചാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തമീമുദ്ദാരിയുടെ ഹദീസിൽ ദജ്ജാൽ തന്നെ പറഞ്ഞതായി ദജ്ജാലിനോട് നടത്തിയ സംഭാഷണത്തിൽ കാണാം, വഇന്നി ഊഷികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അനുമതി നൽകുന്നത് അടുത്തിരിക്കുകയാണ്. ഫഅഖ്റുജ്, അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ഫഅസീറ ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ സഞ്ചരിക്കും. ഫലാ അദഅ ഖരിയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല, 40 രാത്രികളിൽ ഭൂമിയിൽ ഒന്നാകെ ഞാൻ സഞ്ചരിക്കും. ഗൈറ മക്കത വതൈബ, മക്കയും ത്വയ്ബയും ഒഴികെ. മദീനയുടെ മറ്റൊരു പേരാണ് ത്വയ്ബ. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമ, ഈ രണ്ട് നാടുകളും എനിക്ക് നിഷിദ്ധമാണ്. കുല്ലമാ അറദ്തു അൻ അദ്ഖുല വാഹിദതൻ ഔ വാഹിദൻ മിൻഹുമാ ഇസ്തഖ്ബലനി മലകുൻ ബിസൈഫിഹി ബിയദിഹി സൈഫു സൽത, ഞാൻ മക്കയിലോ മദീനയിലോ പ്രവേശിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ ഊരിപ്പിടിച്ച വാളുമായി എന്നെ മലക്കുകൾ നേരിടും. യസുദ്ദുനി അൻഹ, എന്നെ അതിനെ തൊട്ട് അവർ തടയും. വഇന്ന അലാ കുല്ലി നഖ്ബിൻ മിൻഹാ മലായികതൻ യഹ്റുസൂനഹ, മദീനയുടെയും മക്കയുടെയും ഓരോരോ കവാടങ്ങളിലും അതിനെ സംരക്ഷിക്കാൻ, ഓരോരോ താഴ്വരകളിലും അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് ദജ്ജാൽ തമീമുദ്ദാരിയോട് നടത്തിയ സംഭാഷണം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ആ സംഭാഷണത്തിൽ സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഈ ഹദീസിലുള്ളത് എന്താണ്? ഈ രണ്ട് പ്രദേശങ്ങളിൽ ദജ്ജാൽ വരികയില്ല. അവന്റെ ഉദ്ദേശം മദീനയായിരിക്കും, പക്ഷേ ഈ രണ്ട് പ്രദേശങ്ങളിൽ ദജ്ജാൽ വരികയില്ല. പിന്നെ എന്താണ് സംഭവിക്കുക? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ, എല്ലാ നാടുകളിലേക്കും ദജ്ജാൽ വരും. ഇല്ലാ മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴികെ. ലൈസ ലഹു മിൻ നിഖാബിഹാ നഖ്ബുൻ ഇല്ലാ അലൈഹിൽ മലായികതു സാഫീന യഹ്റുസൂനഹ, മക്കയുടെയും മദീനയുടെയും അതിരുകളിൽ മലക്കുകൾ അണിയായി നിൽക്കുകയും ദജ്ജാലിനെ നേരിടുകയും ചെയ്യും. ثم ترجف المدينة بأهلها 3 رجفات, പക്ഷേ ദജ്ജാൽ മദീനയുടെ പുറത്തേക്ക് എത്തിയാൽ മദീന 3 തവണ അവിടെ ഭൂചലനം അനുഭവപ്പെടും. ഫയുഖ്രിജുല്ലാഹു കുല്ല കാഫിറിൻ വമുനാഫിഖ്, അവിടെ ഭൂചലനമുണ്ടായാൽ അവിടെയുള്ള എല്ലാ കാഫിറും കപടവിശ്വാസിയും അവിടുന്ന് പുറത്തേക്ക് ദജ്ജാലിന്റെ അരികിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അഹ്ലിൽ മദീനതി ഫീ മദീനതിഹിം, അല്ലാഹുവേ മദീനക്കാർക്ക് നീ ബറക്കത്ത് ചെയ്യണം. വബാരിക് ലഹും ഫീ സാഇഹിം വബാരിക് ലഹും ഫീ മുദ്ദിഹിം, അവർക്ക് അവരുടെ സാഇൽ, അവ ഭക്ഷണത്തിന് അളവ് നോക്കുന്ന അളവുകളാണ്, അവരുടെ സാഇലും മുദ്ദിലുമൊക്കെ നീ ബറക്കത്ത് ചെയ്യണം. എത്രയാണ് മദീനയിലുള്ള ബറക്കത്ത്? എത്രയാണ്? മക്കയേക്കാളും ഇരട്ടി. അപ്പം മക്കയിൽ ഒന്നാണെങ്കിൽ മദീനയില് പറയേ, മദീനയിലുള്ള ബറക്കത്ത് എന്താണ്? നിസ്കാരത്തിന് എത്ര പ്രതിഫലം മദീനയില്? എത്രയാ? 1000, 10000 എത്രയാ? നിസ്കാരത്തിൽ മദീന മസ്ജിദുൻ നബവിയിൽ എത്രയാ പ്രതിഫലം? 10000. ഹദീസിൽ വന്ന എന്താ? 1000-ൽ പരം. പലരും പറയാം 1000. ഞാൻ എല്ലാവരും 1000 പറയുന്ന പ്രതീക്ഷിച്ചത്. 10000 ഒക്കെ വളരെ അത്ഭുതമുള്ള അഭിപ്രായങ്ങൾ. 1000 അത് നമ്മൾ അറിയണ്ടേ? 1000 മസ്ജിദുൻ നബവിയിലുള്ള പ്രതിഫലം. 1000 എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഹദീസിൽ വന്ന എന്താ? മിൻ അൽഫി സ്വല, 1000 നിസ്കാരത്തേക്കാൾ. അപ്പൊ 1000-ത്തേക്കാൾ, 1000 എന്നല്ല, 1000-ത്തേക്കാൾ. മസ്ജിദുൽ ഹറാമിലോ 100,000. ബൈത്തുൽ മഖ്ദിസിലോ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായ വീക്ഷണം സഹിഹായ ഹദീസ് അല്ലാഹു അലം 250 ആണ്. തയ്യിബ്, ഇനി ഞാൻ ചോദിച്ച ചോദ്യം, മദീനയിൽ എത്രയാണ് ബറക്കത്ത്?
മക്കയിൽ ബറക്കത്തുണ്ടോ? ഇല്ല. മക്കയിലുണ്ട്. മദീനയിൽ എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട് മദീനക്കാർക്ക് വേണ്ടിയിട്ട്. അത് എത്രയാണ് ബറക്കത്ത്? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു ഉത്തരം പറയും, അപ്പൊ ആ ഉത്തരം ശരിയാ നോക്കാൻ വേണ്ടിയിട്ട്. ഇരട്ടി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ശരിക്കും ഇരട്ടിയല്ല, രണ്ടിരട്ടിയാണ്. അഥവാ മക്കയിൽ ഒന്നാണെങ്കിൽ മദീനയിൽ 3 അതാണ് മദീനയുടെ ബറക്കത്ത്. മദീനക്ക് ബറക്കത്ത് മക്കയുടെ 2 ഇരട്ടിയാണ്. അതല്ലാതെ മക്കയിൽ 1 മദീനയിൽ 2 അല്ല, മക്കയിൽ 1 മദീനയിൽ 3 അതാണ് മദീനയിലെ ബറക്കത്ത്. അത് സുബ്ഹാനല്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും മദീനയിൽ ജീവിച്ച ഒരാളും അത് നിഷേധിക്കുകയില്ല. മദീനയിലുള്ള ബറക്കത്ത് അത് അവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ശരിക്കും ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാലറി കുറവാണെങ്കിൽ പോലും, പുറമേ ലഭിക്കുന്ന കുറച്ചധികം സാലറി ഉണ്ടെങ്കിൽ പോലും മദീനയിൽ അതിന്റെ ബറക്കത്ത് അവൻ അനുഭവിക്കും. അത് വളരെ ഒരാളും നിഷേധിക്കാത്ത കാര്യമാണ്. നമ്മുടെ ചർച്ച അതല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മദീനയുടെ ചില ഫളായിലുകൾ പറഞ്ഞ ശേഷം, ഇന്നൽ മദീനത മുശബ്ബകതുൻ ബിൽ മലായിക, മദീന മലക്കുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ഒരു വലയത്തിലായിരിക്കും. അലാ കുല്ലി നഖ്ബിൻ മിൻഹാ മലകാനി യഹ്റുസാനിഹ, അതിലെ ഓരോരോ കവാടങ്ങളിലും 2 മലക്കുകൾ ഉണ്ടാകും. ലാ യദ്ഖുലുഹ ത്വാഊൻ, അവിടെ പ്ലേഗ് രോഗം ബാധിക്കുകയില്ല. വല ദജ്ജാൽ, അവിടെ ദജ്ജാൽ പ്രവേശിക്കുകയില്ല. മൻ അറാദഹാ ബിസൂഇൻ അദാബഹു അല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ആരെങ്കിലും മദീനയെ മോശമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട് ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചാൽ ഉപ്പ് വെള്ളത്തിൽ അലിയിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അലിയിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ദജ്ജാലിന്റെ വിഷയത്തിൽ വന്ന ഹദീസാണ്. എവിടേക്കാണ് മദീനയുടെ ഏത് ഭാഗത്തേക്കാണ് ദജ്ജാൽ വരിക? ഇന്ന് മദീനയിൽ നിങ്ങൾ വന്നാൽ ജുറുഫ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. മദീനയിൽ ജുറുഫ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅതി സബഖതൽ ജുറുഫി ഫയദ്രിബു റിവാഖ, ദജ്ജാൽ ജുറുഫിന്റെ അരികിലേക്ക് വരികയും അവന്റെ ടെന്റ് അവിടെ കെട്ടുകയും ചെയ്യും. ഫഖാല ഫയഖ്റുജു ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖ, എല്ലാ കപട വിശ്വാസി ആണും പെണ്ണും ദജ്ജാലിന്റെ അരികിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മദീനയിൽ ഉഹദ് പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജുറുഫ് എന്ന് പറയുന്ന പ്രദേശം. ഇപ്പൊ 2 സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, ദജ്ജാൽ പ്രവേശിക്കാത്ത 2 സ്ഥലങ്ങൾ, മക്കയും അതുപോലെ തന്നെ മദീനയും. വേറെ ഏതാണ് സ്ഥലം? ബൈത്തുൽ മഖ്ദിസ്. 3ാമത്തെ സ്ഥലം, ദജ്ജാൽ പ്രവേശിക്കാത്ത 3ാമത്തെ സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. 4ാമത്തെ സ്ഥലം ഏതാണ്? മസ്ജിദു തൂർ എന്ന് പറയുന്ന മസ്ജിദിലും. ജുനാദ ഇബ്നു അബി ഉമയ്യത്ത് അൽ അസ്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, 4 മസ്ജിദുകളിലേക്ക് ദജ്ജാൽ അടുക്കുകയില്ല. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ മദീന, മസ്ജിദു തൂർ, മസ്ജിദുൽ അഖ്സ. എവിടെയാണ് ഈ മസ്ജിദു തൂർ? ഇത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മസ്ജിദു തൂർ എവിടെയാണെന്നുള്ളത് ഇന്ന് വ്യക്തമല്ല. പക്ഷേ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അത് വ്യക്തമായിരുന്നു. സഹാബത്ത് അവിടെ പോയതായി ചരിത്രങ്ങളുണ്ട്. സഹാബത്ത് മസ്ജിദു തൂറിൽ പോയതായി ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അത് എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല. തയ്യിബ്, ഇങ്ങനെ ദജ്ജാൽ വന്ന് എത്ര കാലമാണ് ഇവിടെ നിലനിൽക്കുക? 40 ദിവസമാണ്. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനോട് ചോദിച്ചു, വമാ ലുബ്സുഹു ഫിൽ അർദി യാ റസൂലല്ലാഹ്, എത്ര കാലമാണ് ദജ്ജാൽ ഇവിടെ താമസിക്കുക? ഖാല, പ്രവാചകൻ പറഞ്ഞു, 40 യൗമ, 40 ദിവസം. എന്നാൽ ഈ 40 ദിവസം എങ്ങനെയാണ് ഉണ്ടാവുക? യൗമുൻ കസനത്തിൻ, 1ാമത്തെ ദിവസം ഒരു വർഷം പോലെയായിരിക്കും. വയൗമുൻ കശഹരിൻ, 2ാമത്തെ ദിവസം ഒരു മാസം പോലെയായിരിക്കും. വയൗമുൻ കൽജുമുഅതി, 3ാമത്തെ ദിവസം ഒരാഴ്ച പോലെയായിരിക്കും. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള 37 ദിവസങ്ങൾ സാധാരണ നമ്മുടെ ദിവസങ്ങൾ പോലെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ കാണാം. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായത്തു വൻ നിഹായയിൽ പറഞ്ഞു, നമ്മുടെ ദിവസങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ 1 വർഷവും 2.5 മാസവുമാണ് ദജ്ജാൽ ഉണ്ടാവുക. 1 വർഷവും 2.5 മാസവുമാണ് ദജ്ജാൽ ഉണ്ടാവുക എന്ന് നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച്. 40 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന് തുല്യമാണ്, 2ാമത്തേത് 1 മാസം, 3ാമത്തേത് ഒരാഴ്ച, ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ സാധാരണ ദിവസങ്ങൾ. ഇതാണ് ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദജ്ജാലിനോട് ഏറ്റവും അധികം ശത്രുതയിൽ നിലനിൽക്കുകയും ദജ്ജാലിനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗമാരാണ്? ഏത് കുടുംബ? ബനു തമീം ഗോത്രം. അതാരുടെ ഗോത്രമാണ്? ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗോത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സിൽതു ഉഹിബ്ബു ബനി തമീം മുൻദു 3 സമിഅതുഹു മിൻ റസൂലില്ലാഹി അലൈഹി സലാം. 3 കാര്യങ്ങൾ
പ്രവാചകനിൽ നിന്ന് കേട്ട ശേഷം ഞാൻ ബനൂ തമീം ഗോത്രത്തെ സ്നേഹിക്കുന്നു. അതിലൊന്ന് ഹും അശദ്ദു ഉമ്മത്തി അല ദജ്ജാൽ, അവർ ദജ്ജാലിനോട് ഏറ്റവും കഠിനമായ നിലപാടെടുക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തശഹുദിലുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് മനഃപ്പാഠമാക്കുക എന്നതാണ്. ആദ്യത്തെ 10 ആയത്ത് പഠിക്കുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിന ദജ്ജാൽ. കഹ്ഫ് സൂറത്തിലെ 10 ആദ്യത്തെ ആയത്ത് ആരെങ്കിലും മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അവനെ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ അദ്റകഹു മിൻകും ഫല്യഖറ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫി. നിങ്ങൾ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവന് സൂറത്തുൽ കഹ്ഫിലെ ആദ്യ ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കുക, അല്ലെങ്കിൽ അത് ഓതുക അവന്റെ മുന്നിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവസാനമായി ദജ്ജാലിനെ വധിക്കുന്നത് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അതാണ് ഇമാം അഹ്മദ് ഇവിടെ പറഞ്ഞു. ഒന്ന്, ദജ്ജാൽ വരും. രണ്ടാമത്തേത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഫ്ളലായ സഹാബി ആരാണ്? ഇമാം ദഹബി റഹിമഹുല്ല തജ്രീദ് അസ്മാഇ സഹാബയിൽ പറയുന്നുണ്ട്, ഏറ്റവും അഫ്ളലായ സഹാബി ഈസയാണ്, ഈസാ നബിയാണ്. കാരണം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പ്രവാചകന്മാരെയും കണ്ടിട്ടില്ലേ ഇസ്രാഈലിന്റെ രാത്രിയിൽ? ഇപ്പൊ ആ പ്രവാചകന്മാരും സഹാബികളാണോ? അല്ല. എന്താ വ്യത്യാസം? അവർ മരണപ്പെട്ട ശേഷമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇമാം ദഹബി അദ്ദേഹത്തിന് നൽകിയ തർജുമയിൽ പറഞ്ഞതായി കാണാം, സഹാബിയുൻ വ നബി, സഹാബിയുൻ വ നബി. പക്ഷേ അദ്ദേഹത്തിനുള്ള നബി എന്ന് പറയുന്ന സ്ഥാനം വളരെ വലിയ സ്ഥാനമാണ്, സഹാബിയെക്കാളും എത്രയോ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ അത് പറയാറില്ല എന്ന് മാത്രം. ഇനി നമ്മുടെ അഹ്ലുസുന്നയുടെ അഖീദ പൊതുവെ പറയുമ്പോൾ ഏറ്റവും അഫ്ളലായ സഹാബി അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇതൊരു ശരിയാണ്, പക്ഷെ അങ്ങനെ അതിനേക്കാളും വലിയ സ്ഥാനം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് പറയാറില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവസാന നാളിൽ ഇറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മർയമ ഹകമൻ അദ്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീതിമാനായ ഭരണാധികാരിയായി നിങ്ങളിലേക്ക് ഇറങ്ങാൻ അടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് നവാസ് ഇബ്നു സമആൻ ദജ്ജാലിന്റെ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. ദജ്ജാൽ വരികയും ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഫിത്നയും മറ്റുമൊക്കെ പറയുന്ന ഹദീസ് കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ ഹുവ കദാലിക്, ദജ്ജാലിന്റെ ഈ ഫിത്നയും മറ്റുമൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ് ബഅസ അല്ലാഹുൽ മസീഹ ഇബ്നു മറിയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ അയക്കും. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖി ദിമഷ്ക് ബൈന മഹ്റൂദതൈൻ, നല്ല വസ്ത്രം ധരിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിന്റെ ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങും. എങ്ങനെയാണ് ഇറങ്ങുക? വാദിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ, മലക്കുകളുടെ ചിറകുകളിൽ 2 കരങ്ങളും വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ഉടൻ എന്താ ചെയ്യാം? ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകും. ആ സമയം ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്ത് മുസ്ലിമീങ്ങളെ ദജ്ജാൽ ഉപരോധിച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കും. മുസ്ലിമീങ്ങൾ അകത്ത് സംരക്ഷണം നേടിയിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കും. ദജ്ജാൽ പുറത്ത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വരികയും സഹീബ് ഹുസൈമയിൽ വന്നതുപോലെ അവിടുത്തെ ജനങ്ങളോട് പറയും, ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്കുക എന്ന് പറയും. ഫയഫ്തഹൂൻ, അങ്ങനെ വാതിൽ തുറക്കും. വറാഅഹു ദജ്ജാൽ, അപ്പോൾ അവിടെ ദജ്ജാൽ ഉണ്ടാകും. മഅഹു 70,000 യഹൂദി കുല്ലുഹും ദൂ സൈഫിൻ മുഹല്ല, അവന്റെ കൂടെ 70,000 ജൂതന്മാർ ആയുധമേന്തിക്കൊണ്ട് ദജ്ജാലിന്റെ കൂടെ ഉണ്ടാകും. ഫൈദാ നളറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടാൽ ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത് പോലെ ദജ്ജാൽ പ്രയാസപ്പെടാൻ അലിയാൻ വേണ്ടി തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് അതിന് കാരണം? ചില റിവായത്തുകളിൽ കാണാം, വലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സി ഇല്ലാ മാത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണം അത് ശ്വസിക്കുന്ന ഏതൊരു കാഫിറും മരണപ്പെട്ടു പോകും. അത്രയും മുസ്ലിമീങ്ങളായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ഫയത്ലുബുഹു, ദജ്ജാലിന്റെ പിന്നാലെ പോവുകയും
ഹത്താ യുദ്രികഹു ബിബാബി ലുദ്, ബാബു ലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ പിടികൂടുകയും അല്ലെങ്കിൽ ദജ്ജാലിന്റെ അരികിലെത്തുകയും, ഫലസ്തീനിലുള്ള ഒരു പ്രദേശമാണ്. ഫയഖ്തുലുഹു, ശേഷം അവിടെ വെച്ച് ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിന്നെയാണ് പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദജ്ജാലിനെ കൊന്ന് അതിനുശേഷമാണ് യജൂജ് മഅജൂജ് വരിക. പിന്നെ ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കും. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അവരുടെ ഫസാദ് നീക്കിക്കളയാൻ ദുആ ചെയ്യും. പിന്നെ അവരെല്ലാവരും മരണപ്പെടുകയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഇസ്ലാം നടപ്പിലാക്കുകയും ചെയ്യും. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുകയും ചെയ്യും. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അദ്ദേഹം മരണപ്പെടുന്നത് വരെയുള്ള ഒരു സാഹചര്യം. അവസാനമായി ഒരു വിഷയം പറഞ്ഞു നിർത്താം. ഞാൻ നേരത്തെ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മൻ സമിഅ ബിദ്ദജ്ജാൽ ഫൽയൻഅ അൻ, ആരെങ്കിലും ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ, ദജ്ജാലിന്റെ വിവരത്തെ അറിഞ്ഞാൽ ഫൽയൻഅ അൻ, അവിടെ നിന്ന് മാറി നിൽക്കുക. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നർ റജുല ലയഅതീഹി വഹുവ യഹ്സബ് അന്നഹു മുഅ്മിൻ, ചില ആളുകൾ വിചാരിക്കും അവൻ മുഅ്മിനാണ്, അവൻ വിശ്വാസിയാണ്, അവൻ ഈമാനുണ്ട് എന്ന് വിശ്വസിക്കും. ഫയത്തബിഉഹു മിമ്മാ യുബഅസു ബിഹി മിനശ് ശുബ്ഹാത്ത് ഔ ലിമാ യുബഅസു ബിഹി മിനശ് ശുബ്ഹാത്ത്, അങ്ങനെ തനിക്ക് ഈമാനുണ്ട്, അത്യാവശ്യം പ്രശ്നമില്ല എന്നൊക്കെ കരുതി ദജ്ജാലിനെ സമീപിക്കുമ്പോൾ ദജ്ജാലിന് നൽകപ്പെട്ടിരിക്കുന്ന അവൻ കൊണ്ടുവരുന്ന ശുബ്ഹത്തുകൾ, നേരത്തെ ഖാദി അയ്യാദിന്റെ സംസാരത്തിൽ പറഞ്ഞല്ലോ, സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും, 2 നദികളുണ്ടാകും, ഇതൊക്കെ കണ്ട് വഞ്ചിക്കപ്പെട്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് ഇതിൽ പണ്ഡിതന്മാർ പറയുന്ന പ്രധാന പാഠം എന്താണ്? ഷർറിന്റെ ആളുകളിൽ നിന്ന് നാം മാറി നിൽക്കുക, ഷർറിന്റെ ആളുകളിൽ നിന്ന് നാം മാറി നിൽക്കുക. നേരത്തെ ഇമാം ബർബഹാരിയുടെ സംസാരം, ഇബ്നു ബത്തയുടെ സംസാരമൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, നമ്മൾ ഫിത്നയിലൊന്നും പെടില്ല എന്ന് തോന്നിയാലും ഫിത്ന എങ്ങനെയാ വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദർസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിലോ മറ്റോ പൂർത്തീകരിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞതിലോ മറ്റോ എന്തോ സംശയമുണ്ടോ?